Good morning. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ സെക്ഷൻസിലൊക്കെ നമ്മൾ ഹാമിൽട്ടോണിയൻ ഡൈനാമിക്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഒരു ഹാമിൽട്ടോണിയൻ ഡൈനാമിക്സിൽ നമ്മൾ കഴിഞ്ഞ ദിവസം അവിടെ ഹാമിൽട്ടോണിയൻ ഇക്വേഷൻസ് നമ്മളവിടെ കൊണ്ടുവന്നു. ആൻഡ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എങ്ങനെയാണ് നമ്മൾ ഹാമിൽട്ടോണിയൻ ഡിറ്റർമിൻ ചെയ്യുന്നുള്ളവിടെ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ നോക്കാണ്ട് പോകുന്നത് എക്സാമ്പിൾസ് ഓഫ് ഹാമിൽട്ടോണിയൻ ഡൈനാമിക്സ് ആണ്. അപ്പോൾ അതിനകത്ത് തന്നെ നമുക്കവിടെ 1 ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്റർ ഡിസ്കസ് ചെയ്യേണ്ട, പിന്നെ 2 ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്റർ, പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു സിമ്പിൾ പെൻഡുലത്തിന്റെ ഹാർമോണിക് ഓസിലേറ്റർ എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും, പിന്നെ ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിന്റെ ഹാമിൽട്ടോണിയൻ എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യേണ്ടത്. സോ സിമ്പിൾ ടോപ്പിക്സ് ആണ് കേട്ടോ. അവിടെ നമുക്ക് ഈ ഒരു കൈനറ്റിക് എനർജി എടുക്കുക, പൊട്ടൻഷ്യൽ എനർജി എടുക്കുക, ദെൻ എന്ത് ചെയ്യുക, അതിനെ സോൾവ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ എന്തിലോട്ട് കൊണ്ടുവരും, വി ആർ റീച്ചിങ് ടു ദ ഇക്വേഷൻസ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളവിടെ ചെയ്യുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത്. സോ വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ബട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഹാമിൽട്ടോണിയനും ലഗ്രാഞ്ചിനും ഒക്കെ അത്യാവശ്യം ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ പഠിക്കാനായിട്ട് പറ്റുള്ളൂ. സോ അതുകൊണ്ട് നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ച് ഇരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ദാറ്റ്സ് അബൌട്ട് ദ examples of Hamiltonian dynamics. Examples of Hamiltonian dynamics. അപ്പോൾ നമ്മുടെ ഒരു ഹാമിൽട്ടൺ ഡൈനാമിക്സിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ദാറ്റ്സ് അബൌട്ട് ദ 1 ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്റർ. എന്താണ് 1 ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്റർ. അപ്പോൾ 1 ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ എന്ത് ചെയ്യുന്നത്, ഒരു മോഷൻ 1 ഡയമെൻഷനലി റെസ്ട്രിക്റ്റ് ചെയ്യിക്കുന്ന സിസ്റ്റത്തെ നമ്മൾ എന്ത് പറയുന്നത്, 1 ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഹാർമോണിക് ഓസിലേറ്റർ മീൻസ് സിമ്പിൾ ഹാർമോണിക് മോഷൻ, SHM മോഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒബ്ജക്റ്റുകൾ നമ്മൾ പറയുന്ന പേരാണ് ഹാർമോണിക് ഓസിലേറ്റേഴ്സ്. അപ്പോൾ ഇതിന്റെ മോഷൻ 1 ഡയമെൻഷനലി സപ്രസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നമ്മൾ എന്ത് പറയും, 1 ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്റേഴ്സ് നമ്മളവിടെ പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നത് ഈ ഒരു 1 ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്റർ ഉണ്ട്. ഓക്കെ, 1D ഹാർമോണിക് ഓസിലേറ്റർ നമുക്ക് അവിടെ ഉണ്ട്. അപ്പോൾ അതിന്റെ കൈനറ്റിക് എനർജി, ഓക്കെ, കൈനറ്റിക് എനർജി വിച്ച് ഇസ് ഈക്വൽ ടു ½ m എക്സ് ഡോട്ട് സ്ക്വയർ ആണ്. കാരണം എക്സ് സ്ക്വയറിൽ അല്ലെങ്കിൽ എക്സിന്റെ പാരാമീറ്ററിൽ മാത്രം അല്ലെങ്കിൽ എക്സ് കോർഡിനേറ്റിൽ മാത്രമേ അതിന് എന്ത് ചെയ്യുന്നുള്ളൂ, അവിടെ വേരിയേഷൻ വരുന്നുള്ളൂ. കാരണം 1 ഡയമെൻഷൻ പറഞ്ഞല്ലോ. ഇപ്പോൾ 2 ഡയമെൻഷൻ ആയിരുന്നെങ്കിൽ നമ്മുടെ ½ m എക്സ് ഡോട്ട് സ്ക്വയർ പ്ലസ് ഒ ഡോട്ട് സ്ക്വയർ എടുക്കുമായിരുന്നു. നമ്മളിപ്പോൾ അടുത്ത സെക്ഷനിൽ, അതായത് തൊട്ട് താഴെയുള്ള സെക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെക്കുറിച്ച് അവിടെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഒരു 1 ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയുമ്പോൾ അവിടെ കൈനറ്റിക് എനർജിയുടെ വാല്യൂ ½ m എക്സ് ഡോട്ട് സ്ക്വയർ എന്ന് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അവിടെ വരുന്നുള്ളൂ. ഇറ്റ്സ് ജസ്റ്റ് ½ m എക്സ് ഡോട്ട് സ്ക്വയർ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ പറയാനായിട്ട് പറ്റും. ദെൻ അതുപോലെ തന്നെ ആൻഡ് ഓൾസോ ഇതിന്റെ ഒരു പൊട്ടൻഷ്യൽ എനർജി വാല്യൂ V is equal to ½ k x square. ഓക്കെ, എന്താണ് ½ k x square. അപ്പോൾ കൈനറ്റിക് എനർജി വാല്യൂ ½ m എക്സ് ഡോട്ട് സ്ക്വയറും പൊട്ടൻഷ്യൽ എനർജി വാല്യൂ അവിടുത്തെ ½ k x സ്ക്വയറും നമുക്ക് കിട്ടുന്നത്. k എന്ന് വെച്ചാൽ അവിടുത്തെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് നമുക്ക് പറയാം. ഓക്കെ, അല്ലെങ്കിൽ ഹാർമോണിക് കോൺസ്റ്റന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ പറയാനായിട്ട് പറ്റും. ഇനി നമ്മൾ ഇതിന്റെ ലഗ്രാഞ്ചിന് എടുക്കുകയാണ്. ലഗ്രാഞ്ച് ഇക്വേഷൻ അല്ല, ജസ്റ്റ് വി ആർ ടേക്കിംഗ് ദ ലഗ്രാഞ്ച്. ദാറ്റ് ഇസ് L is equal to t minus v. ഓക്കെ, എന്താണ് L is equal to t minus v which is equal to ½ m x dot square, ½ m x dot square minus ½ k x square. ഓക്കെ, എന്താണ് ½ m x dot square minus ½ k x square. ഇതില് നമ്മുടെ ഈ ഒരു എക്സ് ഡോട്ടിന് പകരം നമുക്ക് ഇനി എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റും, ഈ എക്സ് ഡോട്ട് എന്ന് പറയുന്ന വാല്യൂ വി ക്യാൻ റീപ്ലേസ് ഇറ്റ് വിത്ത് മൊമെന്റം. ഓക്കെ, അതായത് നമ്മുടെ എക്സ് ഡോട്ട് എന്ന് പറയുന്നത് എന്താണ്, ജനറലൈസ്ഡ് മൊമെന്റം ആണ് നമുക്കിവിടെ പറയാം, വിച്ച് ഇസ് ഈക്വൽ ടു px/m. എങ്ങനെയാണ് ജനറലൈസ്ഡ് മൊമെന്റം നമുക്കിവിടെ കിട്ടുന്നത്, ബിക്കോസ് px is equal to m into v. അതായത് p എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. അപ്പോൾ ഈ വെലോസിറ്റി ടേം ആണല്ലോ നമ്മൾ എന്ത് ഡിസ്പ്ലേസ്മെന്റ് ഡെറിവേറ്റീവ് ആയി എഴുതുന്നത്. ദാറ്റ് ഇസ് m into dx/dt dx/dt is equal to m into x dot. കണ്ടോ, dx/dt നമുക്ക് x dot എന്ന് എഴുതാം. അപ്പോൾ ആ ഒരു റിലേഷൻ വെച്ചിട്ട് x dot is equal to px/m നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കൊടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ് വി ക്യാൻ സേ ദാറ്റ് ഈസ് px is equal to എന്താണ്, px is equal to dou L by dou x dot, dou L by dou x dot. So we can say this is equal to m into x dot എന്ന് പറയാം, or we can write it as എങ്ങനെ എഴുതാൻ പറ്റും, ഇതുപോലെ നമുക്ക് അവിടെ
എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, വി ആർ ടേക്കിംഗ് ദ വാല്യൂ ഫോർ പി എക്സ് ഡോട്ടിൻ്റെ വാല്യൂ നമ്മൾ എക്സ് ഡോട്ടിൻ്റെ വാല്യൂ എടുത്തു, വിച്ച് ഈസ് ഈക്വൽ ടു പി എക്സ് ബൈ എം ആണ് നമ്മളവിടെ എഴുതുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ആ ഒരു വാല്യൂ നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്തു. ഇനി ഇതിൽ നമ്മുടെ ഈ ടീൻ്റെ വാല്യൂൻ്റെ കൂടെ ഓക്കെ ടി ഈസ് ഈക്വൽ ടു എന്താണ് ഹാഫ് എം എക്സ് ഡോട്ട് സ്ക്വയർ. ഓക്കെ, കൈനറ്റിക് എനർജി ഹാഫ് എം എക്സ് ഡോട്ട് സ്ക്വയർ ആണ്. അപ്പോൾ എക്സ് ഡോട്ടിൻ്റെ അവിടെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എക്സ് ഡോട്ടിൻ്റെ വാല്യൂ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് നേരെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ കൈനറ്റിക് എനർജി ടേം കെയുടെ ടേം എന്തായിട്ട് മാറും, കൈനറ്റിക് എനർജി ടേം വിത്ത് ഈക്വൽ ടു ടി ഈസ് ഈക്വൽ ടു എന്താണ് ഹാഫ് എം എക്സ് ഡോട്ട് സ്ക്വയർ ആണ് വരേണ്ടത്. ഈ എക്സ് ഡോട്ട് സ്ക്വയറിൻ്റെ അവിടെ എന്ത് വരുന്നുണ്ട്, ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു പി സ്ക്വയർ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു പി എക്സ് സ്ക്വയർ ബൈ എം എന്ന് കിട്ടാം. അപ്പോൾ ഈ ഒരു എം നമ്മളോട് ക്യാൻസലേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ വി ആർ ഗെറ്റിംഗ് പി എക്സ് സ്ക്വയർ ബൈ 2 എന്തായിട്ട് മാറുന്നുണ്ട്, അവർ ഇക്വേഷൻ ഈസ് കൺവേർട്ടിംഗ് ടു പി എക്സ് സ്ക്വയർ. നമുക്ക് ഒരു എം വരത്തില്ല, കാരണം ഇവിടെ ഇതൊരു സ്ക്വയർ ടേം അല്ലേ, പി എക്സ് സ്ക്വയർ ബൈ എം സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ ഒരു സ്ക്വയർ ഒരു എം വരും കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടിൽ എന്താണ് കിട്ടുന്നത്, പി എക്സ് സ്ക്വയർ ബൈ 2m. ഓക്കെ, പി എക്സ് സ്ക്വയർ ബൈ പി എക്സ് ഹോൾ സ്ക്വയർ ബൈ 2m നമുക്ക് എന്തുണ്ട് അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തിന്റെ വാല്യൂ, ഇറ്റ് ഈസ് റെപ്രസെന്റിംഗ് ദ കൈനറ്റിക് എനർജി വാല്യൂ. ഓക്കെ, അത് അവിടുത്തെ കൈനറ്റിക് എനർജി വാല്യൂ ആണ് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെ നമുക്കവിടെ കൈനറ്റിക് എനർജി വാല്യൂ എന്ത് ചെയ്തു അവിടെ ഒബ്റ്റെയിൻ ചെയ്തു. ഈ ഒബ്റ്റെയിൻ ദ കൈനറ്റിക് എനർജി വാല്യൂ. അപ്പോൾ കൈനറ്റിക് എനർജി വാല്യൂ നമ്മളവിടെ ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ, ഓക്കെ കൈനറ്റിക് എനർജി വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട് എങ്കിൽ അവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും, കൈനറ്റിക് എനർജി വാല്യൂ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തു. ദെൻ ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഇനി എന്ത് ചെയ്യണം, ഹാമിൽട്ടോണിയനിലോട്ട് കൊണ്ടെത്തിക്കണം. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി വാല്യൂ പിന്നെ പ്രത്യേകിച്ചൊരു മാറ്റമില്ല, കാരണം അവിടെ ഡെറിവേറ്റീവ്സോ അങ്ങനത്തെ ഫംഗ്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എക്സ് എന്ത് ചെയ്യും അവിടെ ഇതിലോട്ട് ചെയ്യും. സോ നൗ വി ആർ ഗോയിങ് ടു റൈറ്റ് ദ ഹാമിൽട്ടോണിയൻ. ഓക്കെ, നമ്മളവിടെ ഹാമിൽട്ടോണിയനിലോട്ട് കൊണ്ടെത്തിക്കാൻ പോവാണ്. Hamiltonian of the system. അപ്പോൾ നമ്മുടെ ഹാമിൽട്ടോണിയൻ എന്തായിരിക്കും, അപ്പോൾ നമ്മൾ ഹാമിൽട്ടോണിയനിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ദാറ്റ് ഈസ് നമ്മൾ പറഞ്ഞു h is equal to t plus v ആണ്. നമ്മൾ നേരത്തെ ലഗ്രാഞ്ചിന് പറഞ്ഞ t മൈനസ് v ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും t പ്ലസ് v ആണ് ഹാമിൽട്ടോണിയൻ. കാരണം ടോട്ടൽ എനർജി ഓഫ് ഈ സിസ്റ്റം, ടോട്ടൽ എനർജി പറയുമ്പോൾ സം ഓഫ് ദ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി അല്ലേ ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. അതേപോലെ എന്ത് ചെയ്യും, h is equal to t plus v എന്ന് അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ h is equal to t plus v എന്ന വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ടീൻ്റെ വാല്യൂ എടുക്കുക. t എന്തായിരിക്കും, t is equal to px സ്ക്വയർ ബൈ 2m. ഓക്കെ, px സ്ക്വയർ ബൈ 2m പ്ലസ് ഹാഫ് കെ എക്സ് സ്ക്വയർ. ഓക്കെ, എന്താണ് ഹാഫ് കെ എക്സ് സ്ക്വയർ, മനസ്സിലായോ? നമ്മൾ ആദ്യം ലഗ്രാഞ്ചിന് എടുത്തു, ലഗ്രാഞ്ചിന് എടുത്തിട്ട് നേരെ ഇതിലോട്ട് വന്നു, വി റീച്ച് ടു ദ ഹാമിൽട്ടോണിയൻ. ഓക്കെ, ഹാമിൽട്ടോണിയൻ ഇക്വേഷനിലോട്ട് വന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഹാമിൽട്ടോണിയൻ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ കുറച്ച് കനോണിക്കൽ ഇക്വേഷൻസ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. എന്തൊക്കെയായിരുന്നു, ക്യൂ കെ ഡോട്ട് ഇസ് ഈക്വൽ ടു ഡോ എച്ച് ബൈ ഡോ പി കെ. നമ്മൾ ജനറലൈസ്ഡ് കനോണിക്കൽ ഹാമിൽട്ടോണിയൻ ഇക്വേഷൻസ് പഠിച്ച് എന്തൊക്കെയാണ്, that is qk dot, that is generalized coordinate qk dot is equal to dou h by dou pk. Okay, എന്താണ് dou h by dou pk. Then അതുപോലെ തന്നെ മൈനസ് പി കെ ഡോട്ട് ഇസ് ഈക്വൽ ടു which is equal to എന്താണ് മൈനസ് പി കെ ഡോട്ട് ഇസ് ഈക്വൽ ടു ഡോ എച്ച് ബൈ ഡോ ക്യൂ കെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് ചെയ്തത്, കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച കനോണിക്കൽ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഹെച്ചിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, ഇത് അവിടെ ഡിറ്റർമിൻ ചെയ്യണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ഈ ക്യൂ കെയും പി കെയും എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അവർ ക്യൂ കെ ആൻഡ് പി കെ ആർ റെപ്രസെന്റിംഗ് ദ ജനറലൈസ്ഡ് കോർഡിനേറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ജനറലൈസ്ഡ് കോർഡിനേറ്റ് മതിയോ, പോരാ. ഓക്കെ, നമുക്ക് എന്താ ആവശ്യം, വി നീഡ് ദ കോർഡിനേറ്റ് അക്കോർഡിംഗ് ടു ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ത് കോർഡിനേറ്റ് പറയുന്നത്, എക്സ് കോർഡിനേറ്റ്. കാരണം വൺ ഡയമെൻഷൻ ഹാർമോണിക് ഓസിലേറ്റർ ആയതുകൊണ്ട് തന്നെ അവിടെ വൺ ഡയമെൻഷനല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ക്യൂ കെയുടെ സ്ഥാനം നമ്മൾ എന്ത് റീപ്ലേസ് ചെയ്യും, ദ വാല്യൂ ഫോർ ക്യൂ കെ ഈസ് റീപ്ലേസ്ഡ് ബൈ എക്സ്. ഓക്കെ, എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യുന്നുണ്ട്, എക്സ് വെച്ച് നമ്മളവിടെ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ക്യൂ കെന് പകരം നമ്മൾ എന്താക്കി പറ്റും, എക്സ് ആക്കി. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ആ ഒരു കോൺസെപ്റ്റ്? അതായത് നമുക്കിവിടെ എന്താണോ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആവശ്യമുള്ള കോർഡിനേറ്റ് അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്യൂ കെനെ മാറ്റി. കാരണം ക്യൂ കെ മീൻസ് നമ്മൾ ജസ്റ്റ് റെഫർ ചെയ്യാനല്ലേ, നമ്മളൊരു ജനറലൈസ്ഡ് ക്വസ്റ്റ്യൻ ഇക്വേഷൻസ് ഫോം ചെയ്യാൻ വേണ്ടി വച്ചിരിക്കുന്ന പാരാമീറ്റേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്, ഈ ക്യൂ കെ എന്ന് പറയുന്നത്. ഓക്കെ, നൗ വി ആർ കൺവേർട്ടിംഗ് ഇറ്റ് ഇൻടു എക്സ് ഡോട്ട്. ഓക്കെ, എക്സ് ഡോട്ട് ആക്കി മാറ്റുന്നുണ്ട്. ദാറ്റ് ഇസ് എക്സ് ഡോട്ട് വിച്ച് ഇസ് ഈക്വൽ ടു ദാറ്റ് ഇസ് വി ക്യാൻ സേ ഡോ എച്ച് ബൈ ഡോ എന്ത് വരും,
ഇവിടെ നമുക്ക് ഡോ എച്ച് ബൈ ഡോ പി കെ ആണ് ഞാൻ എഴുതിയിരുന്ന മിസ്റ്റേക്കാ. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇവിടെ എന്താണ് പി കെ അല്ലേ, പി കെ അല്ലേ ഇവിടെ വരുന്നത്, കാരണം ഇവിടെ ക്യൂ കെ വരുമ്പോൾ ഇവിടെ പി കെ വരും, തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, ഒരേപോലെ വരത്തില്ല അതൊരിക്കലും കേട്ടോ. ഓക്കെ, അപ്പോൾ ഡോ എച്ച് ബൈ വി ആർ റൈറ്റിംഗ് ഇറ്റ് ആസ് ഡോ എച്ച് ബൈ ഡോ പി കെ എന്ന് എഴുതും, പി എക്സ് എന്ന് എഴുതും, പി എക്സ് എന്ന് എഴുതും. എന്തുകൊണ്ടാണ്? ബിക്കോസ് പി എക്സ് എന്ന റീസൺ നമുക്ക് അവിടെ ജനറലൈസ്ഡ് വാല്യൂ എക്സ് കോർഡിനേറ്റ് ജനറലൈസ്ഡ് വാല്യൂസ് ആണ്. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു പി എക്സ് ബൈ എം. ഓക്കെ, പി എക്സ് ബൈ എം. ഓക്കെ, പി എക്സ് ബൈ എം നമുക്ക് അവിടെ എഴുതാം. ഓക്കെ, ഡോ എച്ച് ബൈ ഡോ പി എക്സ് ഈക്വൽ ടു പി എക്സ് ബൈ എം. അതെങ്ങനെ വരുന്നു? നമ്മൾ ഈ ഹാമിൽട്ടോണിയൻ ഇക്വേഷന്റെ ഡെറിവേറ്റീവ് എടുക്കും. ഓക്കെ, ഇതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കും. പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് ഇവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ്സിലൂടെ കൊണ്ടുവരും എച്ചിനെ. അപ്പൊ ഇവിടെ നമുക്ക് പി എക്സിന്റെ വാല്യൂസ് ആണ് വരുന്നത്, പി എക്സിന്റെ വാല്യൂ വിത്ത് റെസ്പെക്ട് ടു പി എക്സ് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നത്. അപ്പൊ ഈ ടേം കംപ്ലീറ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ഇത് അങ്ങ് സീറോ ആയിട്ട് പോകും, ഈ ടേം സീറോ ആവും. ഞാൻ ഇവിടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതരാം കേട്ടോ, ഇതെങ്ങനെ ഈ ഒരു ഇതിലോട്ട് വരുന്നു എന്നുള്ളത് ഞാൻ ഒന്നിവിടെ എഴുതരാം. ദാറ്റ് ഇസ് ഡോ ബൈ ഡോ പി എക്സ്. ഓക്കെ, പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. ദാറ്റ് ഇസ് ഇതിനകത്ത് ബ്രാക്കറ്റ്സിനകത്ത് വരുന്നത് പി എക്സ് സ്ക്വയർ ബൈ ടു എം. ഓക്കെ, പി എക്സ് സ്ക്വയർ ബൈ ടു എം പ്ലസ് ഹാഫ് ഇൻറ്റു കെ എക്സ് സ്ക്വയർ. ഓക്കെ, ഹാഫ് കെ ഇൻറ്റു എക്സ് സ്ക്വയർ. അപ്പൊ ഈ ടേം കംപ്ലീറ്റ് സീറോ ആയിട്ട് പോകുന്നുണ്ട്, ഈ ഒരു ടേം. കാരണം എന്തുകൊണ്ടാണ്? പി എക്സിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നത്, ഇവിടെ പി എക്സിന്റെ ഫംഗ്ഷൻസ് ഇല്ല. സോ ദിസ് ഇസ് റെപ്രസെന്റിംഗ് ആസ് എ കോൺസ്റ്റന്റ് വാല്യൂ. ഇതൊരു കോൺസ്റ്റന്റ് വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആകുമ്പോൾ നമുക്ക് അതിന്റെ ആവശ്യമില്ല. പിന്നെ ഇവിടെ വരുന്ന പി എക്സ് സ്ക്വയർ ബൈ ടു എം. ദെൻ എക്സ് സ്ക്വയറിന്റെ വാല്യൂ പോലെ നമുക്ക് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എക്സ് റൈസ് ടു എൻ എക്സ് റൈസ് ടു n മൈനസ് 1 വരും. അപ്പോൾ ടു പി എക്സ് എന്ന് കിട്ടും, അതിന് ടു പി. അപ്പോൾ ടു ക്യാൻസൽ ആവും. ബാക്കി എന്ത് ഇടുന്നുണ്ട്? പി എക്സ് ബൈ എം എന്ന വാല്യൂ മാത്രം നമ്മളിവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? സോ അങ്ങനെയാണ് എന്ത് വരുന്നത്, ഈ എക്സ് ഡോട്ട് ഇസ് ഈക്വൽ ടു ഡോ എച്ച് ബൈ ഡോ പി എക്സ് പറഞ്ഞിട്ട് വരുന്നത് ഇസ് ഈക്വൽ ടു പി എക്സ് ബൈ എം എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എക്സ് ഡോട്ട് വേണ്ട പി എക്സ് ബൈ എം എന്ന് കിട്ടിയ, ഓർ വി ക്യാൻ സേ എന്ത് എഴുതാൻ പറ്റും, പി എക്സ് ഇസ് ഈക്വൽ ടു എം എക്സ് ഡോട്ട് നേട്ടം. ഓക്കെ, ഇതാണ് പി എക്സ് ഈക്വൽ ടു എം എക്സ് ഡോട്ട് നേടുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു നമ്മുടെ കാനോണിക്കൽ ഇക്വേഷനിൽ ക്യൂ കെ ഡോട്ടിന്റെ വാല്യൂ വെച്ച് നമ്മൾ ഇപ്പോൾ ഡിറ്റർമിൻ ചെയ്യുക എക്സ് ഡോട്ട് എന്ന് പറഞ്ഞിട്ട്. ഇനി അടുത്തൊരു പി കെ ഡോട്ട് ഇല്ലേ, അപ്പൊ അതിലൂടെ നമുക്ക് കൊണ്ടുവരാം. അത് നമ്മൾ ഈ ഒരു സ്റ്റെപ്പിൽ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുവാണ്. അപ്പൊ ആ ഒരു സ്റ്റെപ്പ് നമ്മൾ കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്കിവിടെ പി കെ ഡോട്ട് വേണം. അപ്പൊ ഇവിടെ മൈനസ് പി എക്സ് ഡോട്ട് എന്ന് എഴുതും. ഓക്കെ, മൈനസ് പി എക്സ് ഡോട്ട് മൈനസ് പി എക്സ് ഡോട്ട് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, മൈനസ് പി എക്സ് ഡോട്ട് ഇസ് ഈക്വൽ ടു ഡോ എച്ച് ബൈ ഡോ എക്സ്. ഓക്കെ, എന്താണ് ഡോ എച്ച് ബൈ ഡോ എക്സ്. ഓക്കെ, ക്യൂ കെയുടെ സ്ഥാനം നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ് എന്ന് കൊടുക്കുവാണ്. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു, അതായത് വിത്ത് റെസ്പെക്ട് ടു എക്സിന് ഡെറിവേറ്റീവ് എടുക്കാം. നിങ്ങൾക്ക് ആ ടെക്നിക്ക് മനസ്സിലായില്ലേ? ആദ്യം നമ്മൾ ഇപ്പോൾ ലഗ്രാഞ്ചിൽ ഇതേപോലെ തന്നെ ലഗ്രാഞ്ചിൻ ഫംഗ്ഷൻ ഡിറ്റർമിൻ ചെയ്യും. ലഗ്രാഞ്ചിൻ ഫംഗ്ഷൻ ഡിറ്റർമിൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ ഇക്വേഷൻസിൽ കൊടുത്ത് പിന്നീട് അത് സോൾവ് ചെയ്യും. പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വിത്ത് റെസ്പെക്ട് ടു കോർഡിനേറ്റ്സ് എടുക്കുന്നുണ്ട്. അതായത് അതിന്റെ മീനിങ് എന്ന് പറയുമ്പോൾ ഒരു കോർഡിനേറ്റ് അനുസരിച്ചിട്ട് എങ്ങനെയാണ് ഇതിന്റെ വേരിയേഷൻ. ഓക്കെ, എക്സ് കോർഡിനേറ്റ് അനുസരിച്ച് എങ്ങനെ അത് പാർഷ്യലി വേരി ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റൊരു കോർഡിനേറ്റ് അനുസരിച്ച് അതിപ്പോൾ എക്സ് വൈ തന്നെ വരണമെന്നില്ല, അവിടെ എന്തൊക്കെ പാരാമീറ്റേഴ്സാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതനുസരിച്ച് എങ്ങനെ മാറുന്നു. അപ്പൊ ഇവിടെ അതിനെ നോക്കുന്നത് ആദ്യം നമ്മുടെ മൊമെന്റത്തിനനുസരിച്ച് എങ്ങനെ വേരി ചെയ്തു ഹാമിൽട്ടോണിയൻ ഫംഗ്ഷൻ. അപ്പൊ നമുക്ക് പി എക്സ് ബൈ എം എന്ന് കിട്ടി. അവിടെ നമ്മൾ നോക്കുന്നത് എന്താ, എക്സ് എന്ന് പറയുന്ന ഫാക്ടേഴ്സിനനുസരിച്ച് എങ്ങനെ വേരി ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അവിടെ എന്ത് കിട്ടുന്നുണ്ട്, ഇത് എന്തായാലും കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിവിടെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. ഓക്കെ, ഹാമിൽട്ടൺ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്, ജസ്റ്റ് ഞാൻ എക്സ്പാൻഡ് ചെയ്താൽ അപ്പോൾ ഡോ ബൈ ഡോ എക്സ് ആണ്. ദാറ്റ് ഇസ് പി എക്സ് സ്ക്വയർ ബൈ ടു എം. ഓക്കെ, പി എക്സ് സ്ക്വയർ ബൈ ടു എം പ്ലസ് ഹാഫ് കെ എക്സ് സ്ക്വയർ. ഓക്കെ, പ്ലസ് ഹാഫ് കെ എക്സ് സ്ക്വയർ. അപ്പൊ ഈ ടേം എന്തായാലും സീറോ ആയിട്ട് പോവും. ഓക്കെ, പോവും. എന്തുകൊണ്ടാണ്, അവിടെ എക്സിന്റെ വാല്യൂ ഇല്ല, ഈ സഫിക്സിൽ എക്സ് ആണ്. സോ അത് സീറോ ആവും. ബാക്കി ഇതിന്റെ മാത്രമേ വരത്തുള്ളൂ. അപ്പൊ ഇതും എക്സ് റൈസ് ടു എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1 ദാറ്റ് ഇസ് 2kx എന്ന് വരും, ഡിവൈഡ് ബൈ 2. അപ്പോൾ ആ 2ഉം ഈ 2ഉം ക്യാൻസൽ ആയി പോകും. ബാക്കി എന്താ കിട്ടത്തുള്ളൂ, അവിടെ നമുക്ക് ബാക്കി കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് പി എക്സ് ഡോട്ട്. ഓക്കെ, മൈനസ് പി എക്സ് ഡോട്ട് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് എന്ന് കിട്ടും. ഓക്കെ, എന്ത് കിട്ടുന്നുണ്ട്, മൈനസ് കെ എക്സ്. അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ എന്താണ്, നമുക്ക് ഫസ്റ്റ് കിട്ടിയ വാല്യൂ പി എക്സ് ഇസ് ഈക്വൽ ടു എം എക്സ് ഡോട്ട് എന്നും ദെൻ നൗ വി ഗോട്ട് ദ വാല്യൂ, അതായത് ഇതിന്റെ റിസൾട്ടിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പി എക്സ് ഡോട്ട് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. ഓക്കെ, ഇതാണ് പി എക്സ് ഡോട്ട് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് നമുക്ക് ഇതിനുണ്ട് അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ ഇവിടെ മൈനസ് ഇടുക അല്ലെങ്കിൽ ഇവിടെ മൈനസ് ഇടുക, രണ്ടിടത്ത് മൈനസ് വരത്തില്ല. ഞാനിപ്പോൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ഇവിടെ മൈനസ് വേണ്ട, ഇവിടെ ഇട്ടാൽ മതി മൈനസ്. ഓക്കെ, മൈനസ് കെ എക്സ് എന്നിട്ട് അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു പി എക്സിന് നമ്മൾ ഓൾറെഡി ഒരു വാല്യൂ കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ, പി എക്സ് എന്താണ്, പി എക്സ് ഇസ് ഈക്വൽ ടു എം എക്സ് ഡോട്ട് നമുക്ക് കൊടുക്കാമല്ലോ പി എക്സിന്റെ വാല്യൂ. അപ്പൊ നമുക്ക് ആ പി എക്സിന്റെ വാല്യൂസ് എന്ത് ചെയ്യാം, അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അതായത് പി എക്സിന്റെ വാല്യൂസ് മീൻസ് നമുക്കിത് ഇതിപ്പോ
ഇത് പി എക്സ് ഡോട്ട് ആണ്. ഓക്കെ, പി എക്സ് ഡോട്ട്, പിന്നെ ഇവിടെ വന്ന് എന്താണ് പി എക്സ് ആണ്. അപ്പം ഞാൻ ഇതിൽ എനിക്ക് രണ്ടൊന്ന് നമുക്ക് ഒന്ന് മാറ്റി എഴുതാം കേട്ടോ, ഇക്വേഷൻസ് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. നമുക്കിപ്പോൾ കിട്ടിയ രണ്ട് ഇക്വേഷൻസ്, അതായത് പി എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് എം എക്സ് ഡോട്ട് കിട്ടി. ഓക്കെ, പി എക്സ് ഈക്വൽ ടു എം എക്സ് ഡോട്ട്. ദെൻ രണ്ടാമത്തെ റിസൾട്ട് എന്താണ്, ദാറ്റ് ഈസ് പി എക്സ് ഡോട്ട് ഇസ് ഈക്വൽ ടു, ഞാൻ എക്സ് എഴുതുന്നത് ശ്രദ്ധിച്ചു, ഇതെല്ലാം സഫിക്സിൽ വരുന്നതായിട്ട്, ഇതിൻ്റെ കൂടെ ഇൻറ്റു അല്ല, അത് സഫിക്സിൽ ഇവിടെ ഇങ്ങനെ കൊടുക്കേണ്ടത്, ചെറുതായിട്ട് കൊടുക്കേണ്ട എക്സ് ആണ്, മനസ്സിലാക്കാൻ വേണ്ടി അല്പം വലുതാക്കി ഇവിടെ എഴുതുന്നത്. അപ്പോൾ ഇത് പി എക്സ് ഡോട്ട് ഇസ് ഈക്വൽ ടു എന്ന് എഴുതുന്നുണ്ട്, കെ എക്സ് എന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, കെ എക്സ്. അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്യുന്നത് ഇവിടെ നമുക്കിപ്പോൾ എന്തായാലും ഇത് പിയുടെ ഡെറിവേറ്റീവ് ഫംഗ്ഷനാണ് നിൽക്കുന്നത്, പിയുടെ ഡെറിവേറ്റീവ് ഫംഗ്ഷൻ. ഇവിടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇതും ഒരു ഡെറിവേറ്റീവ് ആവണം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എം എന്ന ഡെറിവേറ്റീവ് വരത്തില്ല, ഇവിടെ എന്ത് വരും, എം എക്സ് ഡോട്ട് എന്ന് വരും. ഈ ഒരു സമയത്ത് നമ്മുടെ രണ്ട് എൽ എച്ച് എസ് വാല്യൂ, ഓക്കെ, എൽ എച്ച് എസ് വാല്യൂസ് എന്ത് ചെയ്തു, ആർ ഈക്വൽ. ഓക്കെ, എൽ എച്ച് എസ് ആർ ഈക്വൽ. എൽ എച്ച് എസ് വാല്യൂസ് എന്തായി, അവിടെ ഈക്വൽ ആയി. അപ്പോൾ എൽ എച്ച് എസ് വാല്യൂസ് അവിടെ ഈക്വൽ ആകുന്നുണ്ട് എങ്കിൽ, അതുകൊണ്ട് എൽ എച്ച് എസ് വാല്യൂസ് ഈക്വൽ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആർ എച്ച് എസ് എന്ത് ചെയ്യാം, അവിടെ ഇക്വേറ്റ്, മൈനസ് ഉണ്ടല്ലോ, മൈനസ് കെ എക്സ് അല്ലേ. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് വി ആർ ഇക്വേറ്റിംഗ് ദ ആർ എച്ച് എസ് പാർട്ട്, ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് എന്ത് കിട്ടും, എം എക്സ് ഡബിൾ ഡോട്ട് ഇസ് ഈക്വൽ ടു, എം എക്സ് ഡബിൾ ഡോട്ട് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, എം എക്സ് ഡബിൾ ഡോട്ട് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് എന്ന് കിട്ടും. മനസ്സിലായോ, എം എക്സ് ഡബിൾ ഡോട്ട് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്, ഓർ വി ക്യാൻ സേ എം എക്സ് ഡബിൾ ഡോട്ട് ഇസ് ഈക്വൽ ടു, സോറി ഈക്വൽ ടു അല്ല, ഇപ്പുറത്ത് ഈ മൈനസ് ഇപ്പുറത്ത് കൊണ്ടുവരാം, പ്ലസ് കെ എക്സ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, പ്ലസ് കെ എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്, ദിസ് ഈസ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമ്മൾ സാധാരണ ഇത് പഠിക്കാറുണ്ട്, ഡി എക്സ് സ്ക്വയർ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എം ഇൻറ്റു പ്ലസ് കെ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് ഇതിനെ എന്ത് പറയുന്നത്, നമ്മുടെ ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നിങ്ങൾ എനിക്ക് തോന്നുന്നു S1 പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അവിടെ ആ ഒരു ഫസ്റ്റ് ബേസിക് മെക്കാനിക്സിനകത്ത് നിങ്ങൾ ഇതിനെ കുറിച്ച് അവിടെ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എം എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് കെ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഡിഫറൻഷ്യലോട് മാറ്റിയ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ എക്സ്, നമ്മൾ തന്നെ എം വെച്ച് കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്യും. ഓക്കെ, നമ്മൾ കംപ്ലീറ്റ് ആ എമ്മിനെ മാറ്റിയിട്ട് ദാറ്റ് ഇസ് ഇങ്ങനെ ഒരു ഇക്വേഷൻ എം എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് കെ ബൈ എം എക്സ് ഇസ് ഈക്വൽ ടു 0. അതായത് നമ്മൾ ഇവിടെ എം വെച്ച് ഡിവൈഡ് ചെയ്യും, ഇവിടെ എന്ത് ചെയ്യും, എം വെച്ച് ഡിവൈഡ് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ ഈ ഒരു ഇക്വേഷൻ പരിചയമുണ്ടാകത്തില്ല, ബട്ട് ഇത് ഇങ്ങനെ എഴുതി അറിയായിരിക്കും, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ ബൈ എം എക്സ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഇത് ഓർക്കുന്നുണ്ടോ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ? നമ്മൾ S1 ഓർ S2 അല്ല, S2 തെർമോഡൈനാമിക്സ് ഒക്കെ വരുന്നത്. S1 നമ്മൾ ബേസിക് മെക്കാനിക്സിനകത്ത് വേവ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നില്ലേ, അപ്പോൾ അവിടെ നമ്മൾ പറയുന്ന ഒരു ഇക്വേഷൻ ആണ് ഈ ഒരു ഇക്വേഷൻ. ഓക്കെ, ഇത് തന്നെയാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്, ഡെറിവേറ്റീവ്സിനെ എക്സ് ഡബിൾ ഡോട്ട് എന്ന് റെപ്രസെന്റ് ചെയ്തു. മനസ്സിലായോ? അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത്, ഇറ്റ് ക്യാൻ ബി കോൾഡ് ആസ് ദ വൺ ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്റർ ഇക്വേഷൻ. സിമ്പിൾ ആണ്. നമ്മൾ ഫസ്റ്റ് ആ ഒരു ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ എടുക്കും, ദെൻ അതിനുശേഷം നമുക്ക് ആവശ്യമായ സബ്സ്റ്റിറ്റ്യൂഷൻസും സിംപ്ലിഫിക്കേഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. എൽ ടി മൈനസ് വി ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്തിട്ട് ലഗ്രാഞ്ചിയൻ എടുക്കുകയും h is equal to t plus v എന്ന് പറയുന്ന മെത്തേഡ് ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ ഹാമിൽട്ടോണിയൻ ഒബ്റ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ദെൻ പിന്നീട് നമ്മുടെ കൈനറ്റിക് എനർജി റിലേഷൻസിലോട്ട് നമ്മൾ കൊണ്ടുവരും. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻസ് നമുക്ക് ആവശ്യമായതിലോട്ട് കൺവേർട്ട് ചെയ്യും. ദെൻ എന്ത് ചെയ്യുന്നുണ്ട്, ടീൻ്റെ വാല്യൂ കൺവേർട്ട് ചെയ്തതിനു ശേഷം നമ്മൾ ഇക്വേഷൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമ്മുടെ ഒരു പൊട്ടൻഷ്യലിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു മാറ്റവും കൊടുക്കുന്നില്ല, ഡയറക്ട്ലി തന്നെ എന്ത് ചെയ്യാണ് ഇവിടെ വരുവാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത്, ദിസ് ക്യാൻ ബി കോൾഡ് ആസ് ദ എക്സാമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ. ദെൻ അതിൽ ഫസ്റ്റ് കേസിൽ വരുന്നത് എന്താണ്, നമ്മുടെ ഹാർമോണിക് ഓസിലേറ്റേഴ്സ്, അതായത് ഹാമിൽട്ടോണിയന്റെ എക്സാമ്പിൾസിൽ വരുന്ന ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് വൺ ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്റർ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സ്റ്റെപ്സ് ആണ് ഇതിന് അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ. സിമ്പിൾ ആണ്, പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ബോർഡിൽ ഇങ്ങനെ എഴുതി വരുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ഇതായിട്ട് തോന്നാം. ബട്ട് നിങ്ങൾ ഓരോ ഇത് കേട്ടിട്ട് സ്റ്റെപ്സ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പേപ്പറിലോട്ടൊന്ന് മാറ്റണം. ഞാൻ നോട്ട്സ് സെൻഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത്, അപ്പോൾ അതിനകത്തുണ്ട് ആ ഒരു ഗേറ്റ് സെക്ഷനിൽ. ബട്ട് എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് ഒരിക്കലും നമുക്കിങ്ങനെ നോക്കിയിട്ട് പോയാൽ ഒരിക്കലും മനസ്സിലാവത്തില്ല. കാരണം ഈ ഡോട്ടും മൈനസും പ്ലസും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പിന്നീട് നമ്മുടെ മനസ്സിലിരിക്കും, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ, ഇത് എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് കെ ബൈ എം എക്സ് ഇക്വൽ ടു 0 ഇത് കാണാൻ പഠിച്ചിട്ട് പോയാൽ എങ്ങനെ വന്നു എന്ത് വന്നു എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ടെക്സ്റ്റിലും ഇതിന്റെ എക്സ്പ്ലനേഷൻ ഇവിടെ നമുക്ക് ഇതിന്റെ എലജസ് പാർട്ട് ഇക്വേറ്റ് ചെയ്തത് നമ്മുടെ ആ ഒരു നോട്ട് സെക്ഷനിൽ അവിടെ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലാസ് കണ്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പോയാലേ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ക്ലാസ് ആണ് കംഫർട്ട് തോന്നുന്നെങ്കിൽ ഇത് കണ്ട് പ്രിപ്പയർ ചെയ്യാം. ഇല്ല ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് ഓക്കെ, ഇപ്പോൾ ചില സെക്ഷൻസ് ഒക്കെ ടീച്ചേഴ്സ് വരുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുക, ടീച്ചേഴ്സിന്റെ നോട്ട് തന്നെ ഫോളോ ചെയ്ത് പോകാം. ഓക്കെ, ഒരിക്കലും രണ്ട് നോട്ട്സും പഠിക്കേണ്ട ആവശ്യമില്ല, ഏതെങ്കിലും ഒന്ന് പഠിച്ച് ഫോക്കസ് ചെയ്ത് പോവുക. ഓക്കെ, സപ്പോർട്ടിംഗ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, അത് പറഞ്ഞുതരാം. ഏത് ടോപ്പിക്സ് ആണെങ്കിലും പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ അടുത്ത സെക്ഷനിലോട്ട് പോകാമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് വൺ ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്റർ. അപ്പോൾ നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ടു ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്റർ. ഓക്കെ, എന്താണ്
ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്റർ. അപ്പോൾ 2 ഡയമെൻഷണൽ ഓസിലേറ്റർ എന്ന് പറയുമ്പോൾ അവിടെ എന്താ പ്രത്യേകത? 2 ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കവിടെ രണ്ട് രീതിയിൽ എന്ത് ചെയ്യാം, വേരിയേഷൻസ് വരാം. അതായത് എക്സിന്റെ പാരാമീറ്ററിലും ഒയുടെ പാരാമീറ്ററിലും. 1 ഡയമെൻഷൻ എന്ന് പറയുന്ന സമയത്ത് അവിടെ നമുക്ക് എക്സ് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, എക്സ് മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ 2 ഡയമെൻഷൻ ആവുന്ന സമയത്തോ ഇറ്റ് ഈസ് കൺസിസ്റ്റിംഗ് ഓഫ് എക്സ് കോർഡിനേറ്റ് ആൻഡ് ഓൾസോ ഒയ് കോർഡിനേറ്റ്. ഓക്കെ, എക്സ് കോർഡിനേറ്റും ഒയ് കോർഡിനേറ്റും അവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എക്സിന്റെയും ഒയിന്റെയും വേരിയേഷൻസ് ഇവിടെ എന്ത് ചെയ്യണം, റെപ്രസെന്റ് ചെയ്യേണ്ടി വരും. സോ നൗ വി ആർ ഗോയിങ് ടു ടേക്ക് ദ ലഗ്രാഞ്ചിയൻ. ഓക്കെ, ലഗ്രാഞ്ചിയൻ എടുക്കുന്നു. ലഗ്രാഞ്ചിയൻ ഈസ് ഈക്വൽ ടു ടി മൈനസ് വി. അപ്പോൾ കൈനറ്റിക് എനർജിക്ക് നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞ കേസ് തന്നെയാണ്. എന്താണ് കെയുടെ വാല്യൂ? കൈനറ്റിക് എനർജി വാല്യൂ വിച്ച് ഇസ് ഈക്വൽ ടു എന്താ പറയാ, കൈനറ്റിക് എനർജി വാല്യൂ എന്ന് പറയുന്നത് okay, kinetic energy value half m x. okay, half m v square അല്ലേ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ കറക്റ്റ് ഇക്വേഷൻ എഴുതാം അവിടെ. half m v square. പൊട്ടൻഷ്യൽ എനർജി ടേമോ, പൊട്ടൻഷ്യൽ എനർജി ടേം ഇസ് ഈക്വൽ ടു half k x square. ഓക്കെ, half k x square. അപ്പോൾ അവിടെ നമ്മുടെ ലഗ്രാഞ്ചിലോട്ട് കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഈ ഒരു വിന്റെ അവിടെ നമ്മൾ എക്സ് ഡോട്ട് എന്നാക്കി മാറ്റും. സോ അവിടെ നമുക്ക് എക്സ് ഡോട്ട് മാത്രമല്ല എക്സ് ഡോട്ട് സ്ക്വയറും അതിന് കൂടെ എന്തുകൊണ്ട് നമ്മൾ സം ചെയ്യേണ്ടി വരും, വൈ ഡോട്ട് സ്ക്വയറോട് സം ചെയ്യേണ്ടി വരും. എന്തുകൊണ്ടാണ്? ബിക്കോസ് അവിടെ രണ്ട് രീതിയിലുള്ള വേരിയേഷൻസ് അവിടെ വരുന്നുണ്ട്. ഓക്കെ, സോ what is we can say the kinetic energy which is equal to half m into x dot square plus y dot square. Okay, plus y dot square minus k into k by 2 half into ഇവിടെ എന്ത് വരും, x square plus y square. ഓക്കെ, എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് റെപ്രസെന്റിങ് ദ പൊട്ടൻഷ്യൽ ടേം. ഓക്കെ, പൊട്ടൻഷ്യൽ ടേം ആണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ L is equal to t minus v which is equal to half into m x dot square plus y dot square minus k square into x square plus y square എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, മൊമെന്റം ടേം അവിടെ എടുക്കണം. ഓക്കെ, മൊമെന്റം ടേം ദാറ്റ് ഈസ് മൊമെന്റം ടേം എന്ന് പറയുമ്പോൾ പി എക്സ് ആണ് മൊമെന്റം എന്ന് പറയുന്നത്. പി എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്, ഡോ എൽ ബൈ ഡോ എക്സ് ഡോട്ട് ആണ്. ഓക്കെ, ഡോ എൽ ബൈ ഡോ എക്സ് ഡോട്ട് വിച്ച് ഇസ് ഈക്വൽ ടു ഡോ എൽ ബൈ ഡോ എക്സ് ഡോട്ട്. അപ്പോൾ ഇവിടെ എക്സ് ഡോട്ടിന്റെ ടേം എവിടെയാണ് ഉള്ളത്, ഈ ഒരു എക്സ് ഡോട്ട്. അതായത് നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടേം കംപ്ലീറ്റ്ലി ഒന്ന് ഞാൻ എക്സ്പാൻഡ് ചെയ്യുവാണെങ്കിൽ എനിക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഇതായിരിക്കും. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു എം എക്സ് ഡോട്ട് സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു എം y dot square minus k by 2 into x square minus k by 2 into y square. അപ്പോൾ ഇത്രയും ടേം വരുന്നില്ലേ? ഇതിൽ നമ്മൾ ഈ ഒരു പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സ് ഡോട്ട് എടുക്കാൻ പറഞ്ഞാൽ ഈ ടേം സീറോ ആയിട്ട് പോകും, ഈ ടേം സീറോ ആവും, ഇതും എന്താവും സീറോ ആവും. കാരണം എന്തുകൊണ്ട്, അവിടെ നമുക്ക് അവിടെ എക്സ് ഡോട്ടിന്റെ വാല്യൂസ് ഇല്ല. ഓക്കെ, അത്രയും സീറോ ആവുന്നു. പിന്നെ എന്ത് മാത്രമേ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ പി എക്സിന്റെ വാല്യൂ ഡോ എൽ ബൈ ഡോ എക്സ് ഡോട്ട് കിട്ടുമ്പോൾ എന്തായിട്ട് മാറുന്നുണ്ട്, ഇറ്റ് ഈസ് കൺവേർട്ടിംഗ് ടു ദ വാല്യൂ ആസ് എന്ത് കിട്ടും, എം എക്സ് ഡോട്ട് എന്ന് കിട്ടും. കാരണം ഈ 2 ഇങ്ങനെ താഴെ വരും. അപ്പോൾ 2 ക്യാൻസൽ ആവും. പിന്നെ അവിടെ എമ്മും എക്സ് ഡോട്ട് മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെ എന്ത് കിട്ടി, എം എക്സ് ഡോട്ട് നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്തു. മനസ്സിലായോ, എം എക്സ് ഡോട്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഇതിപ്പോ പി എക്സിന്റെ വാല്യൂ. ഓക്കെ, ദിസ് ഇസ് റെപ്രസെന്റിംഗ് ദ പി എക്സ് വാല്യൂ. അപ്പൊ നമുക്ക് ഇപ്പോൾ കിട്ടിയത് പി എക്സ് വാല്യൂ ആണ്. പി എക്സ് വാല്യൂ കിട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ് ഡോട്ടോട് കൺവേർട്ട് ചെയ്തു. ദാറ്റ് ഇസ് എക്സ് ഡോട്ട് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, പി എക്സ് ബൈ എം. ഓക്കെ, പി എക്സ് ബൈ എം എന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇനി സിമിലർ അല്ലേ നമുക്ക് പി ഒയിന്റെ വാല്യൂ വേണ്ടേ. ഓക്കെ, പി ഒയ് വേണം. അപ്പോൾ പി ഒയ് നമുക്ക് ഇതുപോലെ എടുക്കാൻ പറ്റും. ദാറ്റ് ഇസ് ഡോ എൽ ബൈ ഡോ ഒയ്. ഓക്കെ, ഡോ എൽ ബൈ ഡോ ഒയ് ഡോട്ട്. അപ്പോൾ ഒയ് ഡോട്ട് എവിടെയുണ്ട്, ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് സീറോ ആയിട്ട് പോകും, കോൺസ്റ്റന്റ് ടേം. ഇത് സീറോ ആവും, ഇതും എന്താവും സീറോ ആവും. ഓക്കെ, ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു എൽ. ഓക്കെ, ഇതെല്ലാണ് എൽ എടുക്കുന്ന സമയത്ത് ഇത് എന്ത് ചെയ്യും, ബാക്കി സീറോ ആവും. പിന്നെ ഇവിടെ മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ഒയ് ഡോട്ട് എന്ന് കിട്ടും. ഓക്കെ, എം ഒയ് ഡോട്ട്. ഓർ വി ക്യാൻ സേ ഒയ് ഡോട്ട് ഈസ് ഈക്വൽ ടു പി ഒയ് ബൈ എം. ഓക്കെ, ഇതാണ് പി ഒയ് ബൈ എം. അപ്പോൾ എക്സ് ഡോട്ടിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് എന്തായിട്ടാണ്, എക്സ് ഡോട്ട് ഇസ് ഈക്വൽ ടു പി എക്സ് ബൈ എം എന്നും വൈ ഡോട്ടിന്റെ വാല്യൂ ഇവിടെ പി വൈ ബൈ എം എന്നും നമ്മൾ എന്ത് ചെയ്തു, അവിടെ ഒബ്റ്റെയിൻ ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ ഹാമിൽട്ടോണിയനിലോട്ട് പോകാമല്ലോ. ഓക്കെ, കൺവേർട്ട് ടു ഹാമിൽട്ടോണിയൻ. ഓക്കെ, ഹാമിൽട്ടോണിയൻ എന്ത് കിട്ടും, ഓക്കെ,
അപ്പോൾ നമ്മൾ ഹാമിൽട്ടൺ വരുന്ന സമയത്ത് നമുക്ക് അവിടെ എക്സ് ഡോട്ടിന്റെ വാല്യൂ പി എക്സ് ബൈ എം എന്നും വൈ ഡോട്ടിന്റെ വാല്യൂ അവിടെ പി വൈ ബൈ എം എന്നും എന്തുണ്ട് അവിടെ ഒപ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരെ ഹാമിൽട്ടൺ അല്ല എക്സ് ഡോട്ടിന്റെ വൈ ഡോട്ടിന്റെ വാല്യൂസ് ഇനി നമ്മളിപ്പോൾ നേരെ പോകുന്ന എന്തിലോട്ടാണ് ഹാമിൽട്ടോണിയൻ ഇക്വേഷനിലോട്ടാണ്. അപ്പോൾ നമ്മൾ ഹെച്ചിന്റെ ഇക്വേഷനിലോട്ട് പോകുന്ന സമയത്ത് നമുക്കറിയാം എന്താണ് ദാറ്റ് ഈസ് സിഗ്മ കെ പി കെ ക്യൂ കെ ഡോട്ട്. അത് നമ്മളിപ്പോൾ രണ്ട് ഫംഗ്ഷൻസ് വന്നല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ സിഗ്മ കെ പി കെ ക്യൂ കെ ഡോട്ട് മൈനസ് എൽ എന്ന ഇക്വേഷനിലോട്ട് കൊണ്ടുവരുവാണ്. ഓക്കെ, ദെൻ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ സോൾവ് ചെയ്ത് എടുക്കാം. നമ്മൾ നേരത്തെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തു h = t+3 എന്നുള്ള ആ ഒരു സെക്ഷൻ കൊണ്ടുവന്നു. കാരണം അവിടെ ഒരു സിംഗിൾ ഇക്വേഷൻ നമുക്ക് അങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും. ബട്ട് ഇവിടെ 2 ഡയമെൻഷനിലോട്ട് എത്തുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്ന മെത്തേഡ് ദാറ്റ് ഈസ് ഹെച്ചിന്റെ ഇക്വേഷനിലോട്ട് എടുക്കുകയും h = സിഗ്മ കെ പി കെ ക്യൂ കെ ഡോട്ട്. ഓക്കെ, സിഗ്മ കെ പി കെ ക്യൂ കെ ഡോട്ട് കിട്ടുന്നുണ്ട് മൈനസ് എൽ. ഓക്കെ, നമുക്കിത് അറിയാലോ ഹാമിൽട്ടോണിന്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ കനോണിക്കൽ ഇക്വേഷൻസിലോട്ട് കൊണ്ടുപോയി. ബട്ട് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വി ആർ ടേക്കിംഗ് ദ ഹാമിൽട്ടോണിൻ. ഓക്കെ, ഹാമിൽട്ടോണിലോട്ട് എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ് അതായത് ഹാമിൽട്ടോണിൻ ഫംഗ്ഷനിലോട്ട്. ഓക്കെ, ഹാമിൽട്ടോണിൻ ഫംഗ്ഷൻ നമുക്ക് നേരത്തെ എടുത്ത മെത്തേഡ് എന്ന് പറയുമ്പോൾ കനോണിക്കൽ ഇക്വേഷൻസ്. ബട്ട് നൗ വി ആർ ടേക്കിംഗ് ദ ഹാമിൽട്ടോണിൻ ഫംഗ്ഷൻ. ഓക്കെ, ഫംഗ്ഷനിലോട്ട് എടുത്തതിന് ശേഷം എന്ത് ചെയ്യാണ് അവിടെ സോൾവ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഇവിടുത്തെ ക്യൂ കെ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ വേരി ചെയ്യും കേട്ടോ. അത് നിങ്ങൾ അറിയണേ. കാരണം ക്യൂ കെ ഇപ്പോൾ നമുക്ക് ഒറ്റ വേരിയബിൾ അല്ല. കാരണം രണ്ട് കാര്യങ്ങളുണ്ട്. ക്യൂ കെ വേരിങ് അക്കോർഡിംഗ് ടു എക്സ് കോമ വൈ. ഓക്കെ, എക്സും ഒയുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ വേരി ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? എക്സും ഒയുമായിട്ട് അവിടെ വേരിയേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ എക്സും ഒയുമായിട്ട് അവിടെ വേരി ചെയ്ത സമയത്ത് നമ്മൾ രണ്ട് കാര്യങ്ങൾ അവിടെ മെൻഷൻ ചെയ്യണം. കാരണം പി ഇൻറ്റു എക്സ് ഡോട്ട് ആണ്. അപ്പോൾ പി ഇൻറ്റു എക്സ് പറയുമ്പോൾ പി എക്സ് ഇൻറ്റു എക്സ് ഡോട്ട് പ്ലസ് പി വൈ ഇൻറ്റു ഒയ് ഡോട്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ എടുക്കാൻ പറ്റും. പിന്നെ ലഗ്രാഞ്ച് നമുക്ക് ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട് t-b. അപ്പോൾ അതങ്ങ് എന്ത് ചെയ്താൽ മതി അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഹാമിൽട്ടോണിലോട്ട് വരുന്ന സമയത്ത് ജസ്റ്റ് വി ആർ മൂവിങ് ടു വിച്ച് ഇസ് ഈക്വൽ ടു ഹാമിൽട്ടോണിയൻ ഫംഗ്ഷൻ വിച്ച് ഇസ് ഈക്വൽ ടു പി എക്സ് എക്സ് ഡോട്ട്. ഓക്കെ, എന്താണ് പി എക്സ് എക്സ് ഡോട്ട് പ്ലസ് പി വൈ വൈ ഡോട്ട്. ഓക്കെ, പി വൈ വൈ ഡോട്ട് മൈനസ് ഹാഫ് എം. ഇത് ഏതിന്റെ വാല്യൂസ് എഴുതുന്നെങ്കിൽ ലഗ്രാഞ്ചിന് എഴുതുന്നത് കേട്ടോ. ഇവിടെ എഴുതുന്നത് എന്താണ് ലഗ്രാഞ്ചിൻ. ഹാഫ് എം ഇൻറ്റു എക്സ് ഡോട്ട് സ്ക്വയർ. ഓക്കെ, എക്സ് ഡോട്ട് സ്ക്വയർ പ്ലസ് വൈ ഡോട്ട് സ്ക്വയർ. ഓക്കെ, പ്ലസ് വൈ ഡോട്ട് സ്ക്വയർ. ബാക്കി എന്ത് വരും പ്ലസ് നമ്മുടെ ഹാമിൽട്ടോണിലുള്ള വാല്യൂസ് തന്നെ പ്ലസ് k/2 എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇതല്ലേ വാല്യൂസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കിതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ ഈ ഒരു നമ്മുടെ എക്സ് ഡോട്ട് സ്ക്വയറും പി വൈ സ്ക്വയറും നമുക്കുണ്ടല്ലോ. അപ്പോൾ അതിൽ ഈ എക്സ് എന്ന് പറയുന്ന ടേം, ഓക്കെ സോറി എക്സ് ഡോട്ട് എന്ന് പറയുന്ന ടേം, എക്സ് ഡോട്ട് എന്ന് പറയുന്ന ടേം എന്താണ് എക്സ് ഡോട്ട് ഈക്വൽ ടു പി എക്സ് ബൈ എം. കണ്ടോ ഇവിടുത്തെ വാല്യൂ കണ്ടോ? എക്സ് ഡോട്ട് എന്താണ് പി എക്സ് ബൈ എം. അപ്പോൾ ഈ എക്സ് ഡോട്ട് സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പി എക്സ് ഇൻറ്റു പി എക്സ്, അതായത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വാല്യൂസ് ഇവിടെ എഴുതാം. എന്ത് കിട്ടും പി എക്സ് ഇൻറ്റു പി എക്സ് ബൈ എം എന്ന് കിട്ടും. ഓക്കെ, പി എക്സ് ബൈ എം എന്ന് നമുക്ക് അവിടെ കിട്ടുന്നു. അപ്പോൾ പി സ്ക്വയർ ബൈ എം എന്ന് എഴുതാം. ദാറ്റ് ഈസ് വി ക്യാൻ സേ പി സ്ക്വയർ ബൈ എം, പി സ്ക്വയർ ബൈ എം പ്ലസ് അതായത് പി എക്സ് സ്ക്വയർ. ഓക്കെ, പി എക്സ് സ്ക്വയർ ബൈ എം പ്ലസ് അതുപോലെ തന്നെ പി വൈ സ്ക്വയർ ബൈ എം എന്ന് കിട്ടും. ഓക്കെ, പി വൈ സ്ക്വയർ ബൈ എം പ്ലസ് ഹാഫ് കെ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, ഹാഫ് കെ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ ഇത് 1/m. ഓക്കെ, 1/m പ്ലസ് 1/m എന്ത് കിട്ടും 1/2m എന്ന് കിട്ടും. വിച്ച് ഈക്വൽ നമുക്ക് തന്നെ പുറത്തെടുക്കാം 1/2m ഇൻറ്റു പി എക്സ് സ്ക്വയർ പ്ലസ് പി ഒ സ്ക്വയർ. ഓക്കെ, പി എക്സ് സ്ക്വയർ പ്ലസ് പി ഒ സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു കെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, ഹാഫ് കെ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ നമ്മൾ ഇതിലോട്ട് കൊണ്ടുവന്നു. ഇതിപ്പോൾ നമ്മുടെ ഹാമിൽട്ടോണിയൻ ഫംഗ്ഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ ഇനി എന്തിലോട്ട് കൊണ്ടുവരും ഹാമിൽട്ടോണിയൻ ഇക്വേഷൻസിലോട്ട് കൊണ്ടുവരും. കാരണം നമുക്കവിടെ ഇനി ഹെച്ചിന്റെ വാല്യൂസ് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഹെച്ചിന്റെ വാല്യൂ ഇനി നമുക്ക് എന്ത് ചെയ്യാം അവിടെ ഡോ എച്ച് ബൈ ഡോ എക്സ് വേണ്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റെപ്സിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അവിടെ ആ ഒരു സ്റ്റെപ്പിൽ. ബട്ട് നമുക്ക് അവിടെ ഒരു 1 ഡയമെൻഷൻ ആയതുകൊണ്ട് നമുക്ക് h t+v എന്ന് മാത്രം എടുത്താൽ മതി. ബട്ട് ഇവിടെ വരുന്ന സമയത്ത് ഡബിൾ ഇത് വരുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ ഫംഗ്ഷനിൽ തന്നെ കൊണ്ടുവരണം. ഓക്കെ, മനസ്സിലായോ? അത് ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ തന്നിട്ടുള്ള അല്ലെങ്കിൽ സോൾവ് ചെയ്യുന്ന പ്രോബ്ലംസ് തന്നെയായിരിക്കും എക്സാമിനേഷൻ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു മെത്തേഡ് അനുസരിച്ച് എന്ത് അവിടെ പഠിച്ചു വയ്ക്കുക. അതാണ് കുറച്ചുകൂടി നല്ലത്. കാരണം ഒന്ന് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് പഠിച്ചു വെച്ചാൽ മതി. അത് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റും. ബട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുക ഒന്ന് എഴുതി നോക്കണം. ഓക്കെ, ഒരിക്കലും ഈ ഒരു ക്ലാസിക്കൽ മെക്കാനിക്സ് അത് പ്രത്യേകിച്ച് ലഗ്രാഞ്ചിനും ഹാമിൽട്ടോണിയനും വെറുതെ നോട്ട്സ് നോക്കി വായിച്ചിട്ട് വയ്ക്കുകയാണെങ്കിൽ ഒന്നും പറ്റത്തില്ല.
ഈ ഞാൻ അയച്ച നോട്ട്സ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അത് ഒന്നുകൂടി ഒന്ന് എഴുതി നോക്കിയാലേ നിങ്ങൾക്ക് അവിടെ മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അതിപ്പോൾ അറ്റോമിക് ഒക്കെ ആണെങ്കിൽ ആ ഒരു പ്രശ്നമില്ല, അത് നിങ്ങൾക്ക് നോട്ട് നോക്കി വായിച്ച് പഠിക്കാം. കുറച്ച് ഡെറിവേഷൻസേ ഉള്ളൂ, പിന്നെ സീമാൻ എഫക്റ്റിന് ഡെറിവേഷൻസ് ഉണ്ട്, ബട്ട് എന്നാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഡെറിവേഷൻസിന്. ബട്ട് ഇവിടെ വരുന്ന സമയത്ത് ഇത് എന്തിനാണ് എക്സ് ഡോട്ട്, എന്താണ് വൈ ഡോട്ട്, ഇതൊക്കെ മനസ്സിലാക്കണം. നിങ്ങൾ തന്നെ പേപ്പർ എടുത്ത് എഴുതിയാലേ അവിടെ പറ്റത്തുള്ളൂ. ഓക്കെ, അതും വെറുതെ കാണാതെ എഴുതി പഠിച്ചിട്ട് കാര്യമില്ല. എക്സ് ഡോട്ട് എവിടെ വരുന്നു, അവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, ഇപ്പോൾ അതാണ് ഇവിടെ ഓരോന്ന് വരച്ച് കാണിച്ചു തന്നത്. ഓക്കെ, എക്സ് ഡോട്ട് എവിടെ വരുന്നു, ഇവിടെ എക്സ് ഡോട്ട് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഈ ഡെറിവേറ്റീവ് എഴുതുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മനസ്സിലത് ഓർമ്മയിലിരിക്കും. പക്ഷേ ഇത് വരുന്ന സമയത്ത് ഇത് കൺവെൻഷനലി എളുപ്പമാണ്, കാരണം നമ്മൾ അവിടെ എപ്പോഴും ഡെറിവേറ്റീവ് ഫംഗ്ഷൻസ് എഴുതുന്ന ഡോട്ട് കൊടുത്താൽ മതി. അപ്പം നിങ്ങൾ ബിഗിനിങ് സ്റ്റേജ് ആയതുകൊണ്ട് ആ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ പഠിച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ, സോ നമ്മൾ നേരെ പോകും നമ്മുടെ ഹാമിൽട്ടോണിയൻ ഇക്വേഷൻസിലോട്ടാണ്. അപ്പോൾ നമ്മളിത് ഇപ്പോൾ ഇതുവരെയാണ് എത്തി നിൽക്കുന്നത്. നൗ വി ആർ മൂവിങ് ടു ദ ഹാമിൽട്ടോണിയൻ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഹാമിൽട്ടോണിയൻ ഇക്വേഷനിലോട്ട് പോവാണ്. അപ്പോൾ ഹാമിൽട്ടോണിയൻ ഇക്വേഷനിലോട്ട് പോകുമ്പോൾ ദാറ്റ് ഈസ് വി ക്യാൻ സേ ദാറ്റ് ഈസ് എക്സ് ഡോട്ട്. ഓക്കെ, ഹാമിൽട്ടോണിയൻ ഇക്വേഷൻ എന്താണ്? ദാറ്റ് ഈസ് എക്സ് ഡോട്ട് വിച്ച് ഈസ് ഈക്വൽ ടു ഡോ എച്ച് ബൈ ഡോ പി എക്സ്. ഓക്കെ, എന്താണ് ഡോ എച്ച് ബൈ ഡോ പി എക്സ് ആണ് നമ്മുടെ എക്സ് ഡോട്ട് എന്ന് പറയുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ നമ്മൾ ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, നിങ്ങൾക്ക് അറിയാലോ അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളത്. ഇതിലോട്ട് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ബാക്കി ടേംസ് ക്യാൻസൽ ചെയ്ത് എന്തായാലും ക്യാൻസൽ ആവും. പിന്നെ ഇവിടെ പി വൈ സ്ക്വയറിന്റെ ടേം കൂടെ ക്യാൻസൽ ചെയ്യും, കാരണം പി എക്സിനാണ് ഡെറിവേറ്റീവ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു 2 വരും, ഈ പി സ്ക്വയർ 2 വരും. അപ്പോൾ ആ 2ഉം ഈ 2ഉം ക്യാൻസൽ ആവും, പിന്നെ അവിടെ എം മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ എന്ത് കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു പി എക്സ് ബൈ എം. ഓക്കെ, പി എക്സ് ബൈ എം. ഓക്കെ അല്ലേ, അത് പി എക്സ് ബൈ എം എന്ന് കിട്ടുന്നു. അപ്പോൾ അത് പി എക്സ് ബൈ എം എന്ന് കിട്ടി. അതേപോലെ തന്നെ നമുക്ക് അവിടെ എടുക്കേണ്ടത് ഹാമിൽട്ടോണിയൻ ഇക്വേഷനിൽ എക്സ് ഡോട്ട് ക്യൂ കെ ഡോട്ടിന്റെയും പിന്നെ അടുത്ത് പി കെ ഡോട്ടിന് എടുക്കണം. അപ്പോൾ പി കെ ഡോട്ട് എടുക്കുമ്പോൾ എന്തായിരിക്കും കിട്ടുന്നത്, പി കെ ഡോട്ട് that is pk dot is equal to minus h by dou x. Okay, minus h by dou x which is equal to minus kx. Okay, ഇതാണ് മൈനസ് കെ എക്സ് ഇവിടുത്തെ ടേം. ഓക്കെ, മൈനസ് കെ എക്സ് അവിടെ സ്ക്വയർ ടേം വരും, ക്യാൻസൽ ആയിട്ട് മൈനസ് കെ എക്സ് മാത്രമായിരിക്കും വരുന്നത്. ദെൻ ഇത് ഇപ്പോൾ നമ്മൾ എടുത്ത എന്തിന്റെ ടേം, എക്സ് കോർഡിനേറ്റ്സിന്റെ കേസ് മാത്രമാണ് നമ്മൾ അവിടെ മെൻഷൻ ചെയ്തത്. ഓക്കെ, ദിസ് ഈസ് റെപ്രസെന്റിങ് ദ എക്സ് കോർഡിനേറ്റ്. ഓക്കെ, എക്സ് കോർഡിനേറ്റ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇനി എന്തുകൂടി എടുക്കണം, വി ഹാവ് ടു ടേക്ക് ദ വൈ കോർഡിനേറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തെടുക്കാൻ പോകുന്നത് നമ്മുടെ വൈ കോർഡിനേറ്റ്സിന്റെ കേസാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വൈ കോർഡിനേറ്റ്സിന്റെ കേസ് എടുക്കാം. ദാറ്റ് ഈസ് വൈ കോർഡിനേറ്റ് എടുക്കുമ്പോൾ വൈ ഡോട്ട് ഇസ് ഈക്വൽ ടു ഡോ എച്ച് ബൈ ഡോ പി വൈ. ഓക്കെ, ഡോ എച്ച് ബൈ ഡോ പി വൈ ഓർ എന്ത് കിട്ടും, പി വൈ ബൈ എം എന്ന് കൂടെ, പി വൈ ബൈ എം. ഓക്കെ, നമ്മളിവിടെ എക്സ് ഡോട്ട് എടുത്ത പോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു, പി വൈ ബൈ എം എന്ന് ഇവിടെ എഴുതുന്നുണ്ട്. ഓക്കെ, ദെൻ പി കെ ഡോട്ട്, ഇവിടെ പി കെ ഡോട്ട് എന്നിട്ട് പി എക്സ് എന്നാക്കി മാറ്റും കേട്ടോ. അത് പി കെ ഞാൻ ജനറലൈസ്ഡിൽ പറഞ്ഞതാ, ബട്ട് പി എക്സ് ഡോട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ സമയത്തോ എന്ത് എഴുതാം, ഇവിടെ പി എക്സ് ഡോട്ട് അല്ല, നമുക്ക് എന്താ വരുന്നത്, പി വൈ ഡോട്ട്. ഓക്കെ, പി വൈ ഡോട്ട് വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, പി വൈ ഡോട്ട് ഇസ് ഈക്വൽ ടു മൈനസ് ഡോ എച്ച് ബൈ ഡോ y. Okay, minus dou h by dou y which is equal to minus ky. Okay, minus ky. അപ്പോൾ ഇത് ഒരു ടെക്നിക്കൽ ഇങ്ങനെ പോകുന്നത്, നമുക്ക് വലിയ ഡെറിവേഷൻസ് ഒന്നും ഇല്ല അവിടെ, കൊസൈൻ ആംഗിൾസോ സൈൻ ആംഗിൾസോ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല, ജസ്റ്റ് കോർഡിനേറ്റുകളുടെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, അറിയാലോ നമുക്കിപ്പോൾ ഹാർമോണിക് ഓസിലേറ്റർ ഒക്കെ നോക്കുമ്പോൾ അല്ല നമ്മൾ കോർഡിനേറ്റ്സ് ഒക്കെ നമ്മൾ എടുക്കണം. ബട്ട് നമുക്ക് ഇനി അടുത്തൊരു സിമ്പിൾ പെല്ലാം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവിടെ വരും കേട്ടോ, ഏതാ നമ്മുടെ സൈൻ തീറ്റ കോസ് തീറ്റ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യും. ബട്ട് ഇപ്പോൾ ഇത് നമുക്ക് വേറെ ഒന്നുമില്ല, ജസ്റ്റ് അങ്ങോട്ട് ഇങ്ങോട്ട് അറേഞ്ച് ചെയ്തു. ബട്ട് ആ ഒരു മെത്തേഡിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ ഒന്ന് നോക്കി വന്നാൽ ക്ലിയർ ആണ്, ഇല്ലെങ്കിൽ കൺഫ്യൂഷൻ ആയിപ്പോകും. ഞാനിപ്പോൾ ഈ ഡോട്ടുകൾ വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു സ്ക്രീൻ തന്നെ ഇപ്പോൾ ബ്ലാക്ക് ആക്കി ഇട്ടിരിക്കുന്നത്. ഓക്കെ, ബ്ലാക്ക് സ്ക്രീൻ ആവുന്നത് കുറച്ച് ഡോട്ട്സുകളുടെ വിസിബിൾ ആയിരിക്കും, വൈറ്റ് സ്ക്രീനിൽ അത്രയും വിസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡോട്ട്സ് കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ടും സ്ക്രീൻ അവിടെ ബ്ലാക്കിൽ ആക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഈസ് വൈ ഡോട്ടിന്റെ വാല്യൂസ് നമ്മൾ ഇവിടെ എടുക്കുന്നുണ്ട്. വൈ ഡോട്ട് ഇസ് ഈക്വൽ ടു ഡോ എച്ച് ബൈ ഡോ പി വൈ ഓർ പി വൈ ബൈ എം എന്ന് നമ്മളിവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നു. ദാറ്റ് ഈസ് പി വൈ ഡോട്ട് ഇസ് ഈക്വൽ ടു, ഓക്കെ, പി വൈ ഡോട്ട് ഇസ് ഈക്വൽ ടു മൈനസ് ഡോ എച്ച് ബൈ ഡോ എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് കെ വൈ. ഓക്കെ, എന്ത് റെപ്രസെന്റ് ചെയ്യാണ്, നമ്മുടെ ഹാമിൽട്ടോണിയൻ ഇക്വേഷൻസ് നമ്മളവിടെ കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് ഈ രണ്ട് കേസിൽ നമുക്ക് ഓരോ ഇക്വേഷൻസ് കിട്ടുന്നുണ്ട്. ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 ആക്കി നോട്ട് ചെയ്യാം. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ദിസ് ഈസ് റെപ്രസെന്റിംഗ് ഇക്വേഷൻ നമ്പർ
ടു. രണ്ട് ഇക്വേഷൻസ് നമുക്കിവിടെ കിട്ടുന്നു. അപ്പോൾ നമ്മുടെ ഈ രണ്ട് ഇക്വേഷൻസും നമ്മളൊന്ന് കമ്പൈൻ ചെയ്യുവാണെങ്കിൽ, ഓക്കെ, ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും നമ്മളത് കമ്പൈൻ ചെയ്ത് എടുക്കുവാണെങ്കിൽ, കാരണം ഇവിടെ ഡോ എസ് ബൈ ഡോ പി എക്സ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു രീതിയിൽ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ നേരത്തെ ചെയ്ത പോലെ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം, പി എക്സിന്റെ ഡെറിവേറ്റീവ്സ് നമ്മളിവിടെ എടുക്കണം. ഓക്കെ, പി എക്സ് ഡെറിവേറ്റീവ്സ് എടുത്ത്, അതായത് ഇവിടെ വരുന്ന സമയം എന്ത് കിട്ടും, ദാറ്റ് ഇസ് പി എക്സ് ഇസ് ഈക്വൽ ടു എം എക്സ് ഡോട്ട്. ഓക്കെ, പി എക്സ് ഇസ് ഈക്വൽ ടു എം എക്സ് ഡോട്ട് കിട്ടും. ദെൻ അതുപോലെ തന്നെ ഇവിടെ എന്ത് കിട്ടും, പി ഒ ഇസ് ഈക്വൽ, അപ്പോൾ രണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡെറിവേറ്റീവ് എടുത്ത് നേരത്തെ ഇക്വേറ്റ്, അപ്പോൾ എം എക്സ് ഡബിൾ ഡോട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഇക്വേറ്റ് ചെയ്ത സമയത്ത് നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഇക്വേറ്റ് ചെയ്ത് എടുക്കുമ്പോൾ എന്ത് കിട്ടുമായിരിക്കും, ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് അക്കോർഡിംഗ് ടു അല്ലെങ്കിൽ ഫ്രം ഇക്വേഷൻ 1 and 2. From equation 1 and 2 we are getting എന്തായാലും നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത്, ഫസ്റ്റ് ഇക്വേഷൻ എം എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് കെ എക്സ് ഇസ് ഈക്വൽ ടു 0. ലൈക്ക്വൈസ് എം വൈ ഡബിൾ ഡോട്ട് പ്ലസ് കെ വൈ ഇസ് ഈക്വൽ ടു 0. കണ്ടോ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഒരു 2 ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഇക്വേഷൻ കിട്ടി. അപ്പോൾ 2 ഡയമെൻഷണൽ ആവുന്ന സമയം നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് രണ്ട് ഇക്വേഷൻസ് എഴുതുന്നത്. ഓക്കെ, രണ്ടിന്റെ വേരിയേഷൻസ് സെപ്പറേറ്റ് നമ്മളിവിടെ എഴുതുന്നത്. എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഹാമിൽട്ടോണിയൻ എടുക്കുന്നു, ഹാമിൽട്ടോണിയൻ ഇക്വേഷൻസ് എടുക്കുന്നുണ്ട്. ഹാമിൽട്ടോണിയൻ ഇക്വേഷൻസ് എടുത്തതിന് ശേഷം അവിടെ നമ്മൾ അതിന്റെ കനോണിക്കൽ ഇക്വേഷൻസിലോട്ട് കൊടുക്കും. അതാണ് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അതിൽ കൊടുത്ത് ഓരോ വാല്യൂസ് ഡിറ്റർമിൻ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് അവിടെ എടുക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ എന്താ 2 ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്ററിൽ ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൽ ഞാനിപ്പോൾ 2 സെക്ഷൻസ് പറഞ്ഞു. എത്രത്തോളം മനസ്സിലായുള്ളത് അറിയത്തില്ല, നിങ്ങൾ എഴുതി നോക്കിയാലേ എനിക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. ഈ ഒരു 2 ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്ററിന്റെ കേസിലും 1 ഡയമെൻഷനാലും. ഓക്കെ, കാരണം ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയേ പറ്റുള്ളൂ. എന്തായാലും ഇപ്പോൾ റെക്കോർഡ് സെക്ഷൻസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എത്ര തവണ കണ്ടു നോക്കാൻ പറ്റും. ഓക്കെ, റിപ്പീറ്റ് ചെയ്ത് എത്ര വേണോ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് ഞാൻ എന്തായാലും അടുത്തൊരു സെക്ഷനിലോട്ട് പോവുകയാണ്, നമ്മുടെ സിമ്പിൾ പെൻഡുലം. അപ്പോൾ ഞാൻ അതുകൂടി ഒന്ന് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷൻ അവിടെ കംപ്ലീറ്റ് ആവും, നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് പോകില്ല, നമ്മൾ വീണ്ടും നെക്സ്റ്റ് ഡേ വീണ്ടും തന്നെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഞാൻ അതുകൂടി ഒന്ന് പറഞ്ഞുതരാം. ഞാനത് പറഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, എത്ര തവണ വേണമെങ്കിലും ഈ റെക്കോർഡ് സെക്ഷൻസ് അവിടെ ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഒറ്റ വീഡിയോയ്ക്ക് അതിന് 3 സെക്ഷൻസ് ഉണ്ടാവും. ഫസ്റ്റ് നമ്മുടെ 1 ഡയമെൻഷനലും, സെക്കൻഡ് 2 ഡയമെൻഷനൽ, പിന്നെ അതിനകത്ത് നമ്മുടെ സിമ്പിൾ പെൻഡുലത്തിന്റെ കേസ് എക്സാമ്പിൾ അവിടെ വരുന്നുണ്ട്, പിന്നെ ഒരു സ്പ്രിംഗ് മാസ് അറേഞ്ച്മെന്റ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എന്താണ്, ഇറ്റ് ഈസ് ദ 2 ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്റർ. 2 ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്റർ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ഹാമിൽട്ടോണിയൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം ആൻഡ് ഡെഡ്യൂസ് ഇറ്റ്സ് ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഓക്കെ, അപ്പോൾ അതായത് ഇതൊരു പ്രോബ്ലം ടൈപ്പ് ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ എക്സാമ്പിൾസ് ആയിട്ട് 2 കേസാണ് നമ്മുടെ ഒരു ഗെയിമിൽ പറയുന്നത്. ദാറ്റ് ഈസ് 1 ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്ററും പിന്നെ 2 ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്ററും. അപ്പോൾ നമുക്ക് ഇനി നോക്കേണ്ടത് ദാറ്റ്സ് ദ എന്താ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം. Simple pendulum using Hamiltonian dynamics. Okay, Hamiltonian dynamics യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സിമ്പിൾ പെൻഡുലം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ദാറ്റ് ഈസ് കൺസിഡറിങ് എ പെൻഡുലം ഓഫ് ലെങ്ത് L. എന്താണ്, കൺസിഡർ എ പെൻഡുലം ഓഫ് ലെങ്ത് L. ഓക്കെ, അപ്പോൾ ലെങ്ത് L കൂടിയ ഒരു പെൻഡുലം നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു പെൻഡുലത്തെ സംബന്ധിച്ച് അവിടുത്തെ കൈനറ്റിക് എനർജി. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഇതിന്റെ ഒരു ബേസ് കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ഇവിടെ എടുത്ത് പറയുന്നില്ല. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കേസസ് വെച്ചാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അതായത് ഇപ്പോൾ ഈ ഒരു നമ്മുടെ എന്താ സിമ്പിൾ പെൻഡുലത്തിന്റെ നമുക്കറിയാലോ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ് സിമ്പിൾ പെൻഡുലം നടക്കുന്നത്. കാരണം ഈ ഒരു രീതിയിലുള്ള ഓസിലേഷൻ, ഇപ്പോൾ ഇത് പെൻഡുലം ആണെങ്കിൽ ഈ രീതിയിലുള്ള ഓസിലേഷൻ നടക്കുന്നത്. അപ്പോൾ അതെന്താണ്, ഒരു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്, ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് അല്ല, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ അവിടുത്തെ കൈനറ്റിക് എനർജി എടുക്കുമ്പോൾ ദാറ്റ് ഈസ് ഹാഫ് എം. ഓക്കെ, നമുക്ക് ഇവിടുത്തെ വി എന്ന് പറയുന്നത്, ഓക്കെ, വി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വിന്റെ വാല്യൂ നമുക്ക് എക്സ് ഡോട്ട് എടുക്കാം. അപ്പോൾ എക്സ് മീൻസ് അവിടുത്തെ എന്താ, ലീനിയർ ഡിസ്പ്ലേസ്മെന്റ്. നമുക്കിവിടെ ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് കിട്ടത്തില്ല, നമുക്ക് ഈ ആർക്ക് ലെങ്തേ കിട്ടത്തുള്ളൂ. ആർക്ക് ലെങ്ത് ഇസ് ഈക്വൽ ടു റേഡിയസ് ഇൻറ്റു തീറ്റയാണ്. ഓക്കെ, എന്താണ്, ആർക്ക് ലെങ്ത് ഇസ് ഈക്വൽ ടു റേഡിയസ്
ഇൻറ്റു തീറ്റ. ഓക്കെ, അത് തീറ്റ മീൻസ് ഈ ഒരു ആംഗിൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗിൾ ഉണ്ടല്ലോ, അതാണ് തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ആർക്ക് ലെങ്ത് ഇസ് ഈക്വൽ ടു റേഡിയസ് ഇൻറ്റു തീറ്റ എന്നാണ്. അപ്പോൾ അവിടെ നമുക്ക് ആർക്ക് ലെങ്ത് ആണ് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ്. കണ്ടോ, ഈ ഒരു ആർക്കിന്റെ ലെങ്ത് ആണ് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ നമുക്ക് ഇവിടെ എക്സ് ഡോട്ട് വരുന്ന സ്ഥാനത്ത് നമുക്ക് എക്സ് ഡോട്ട് കൊടുക്കാൻ പറ്റത്തില്ല. എക്സ് ഡോട്ട് നമുക്ക് ഇവിടെ അൺനോൺ ക്വാണ്ടിറ്റിയാണ്, കാരണം നമുക്കിവിടെ പോയി മെഷർ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ആകെ മെഷർ ചെയ്യുന്നത് ഇവിടുത്തെ തീറ്റ ആംഗിളും ദെൻ അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ റേഡിയസിന്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അതവിടെ എൽ ആയിരിക്കും. ഓക്കെ, റേഡിയസിന്റെ ലെങ്ത് എന്താണ്, അവിടെ എൽ ആണ്, ആ ഒരു ലെങ്ത് ഓഫ് ദ പെൻഡുലം. അപ്പൊ അങ്ങനെ നമ്മുടെ ആർക്ക് ലെങ്ത് അല്ലെങ്കിൽ എക്സിന്റെ വാല്യൂ എക്സ് ഈക്വൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എൽ ഇൻറ്റു തീറ്റ എന്ന് നമ്മളോട് എടുക്കുവാണ്. അപ്പൊ നമുക്ക് അവിടെ ആവശ്യം എക്സ് അല്ല, എക്സ് ഡോട്ട് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു തീറ്റ ഡോട്ട് സ്ക്വയർ. എൽ കോൺസ്റ്റന്റ് ആണ്, നമുക്ക് ഡെറിവേറ്റീവ് കൊടുക്കാൻ പറ്റത്തില്ല. ലെങ്ത് ഓഫ് ദ പെൻഡുലം കോൺസ്റ്റന്റ് ഫിക്സ്ഡ് ആണ്, അപ്പൊ അവിടെ ഡെറിവേറ്റീവ് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തീറ്റ ഡോട്ട് സ്ക്വയർ എന്ന് മാത്രമേ എഴുതും. അപ്പൊ ഇവിടെ വി സ്ക്വയറിന് പകരം നമ്മൾ എഴുതുന്നത് എന്തായിരുന്നു, എക്സ് ഡോട്ട് സ്ക്വയർ എന്നായിരുന്നു. അപ്പൊ ഇവിടെ നമുക്ക് എക്സ് ഡോട്ട് സ്ക്വയർ എഴുതാൻ പറ്റുമോ, ഇല്ല. എന്ത് കൊടുക്കുക, എൽ സ്ക്വയർ. ഇവിടെ തീറ്റ ഡോട്ട് സ്ക്വയർ ഇവിടെ വരുന്ന സമയത്തുള്ള തീറ്റ ഡോട്ട് എഴുതാം ഫസ്റ്റ്. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുന്നു, ദാറ്റ് ഈസ് എൽ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ. ഓക്കെ, എൽ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ. ഇതിന്റെ വാല്യൂ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1 റെപ്രസെന്റിംഗ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ പെൻഡുലം. ഇനി ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പൊട്ടൻഷ്യൽ എനർജി. ഇത് കെ ആണ്, ഇത് കെ വാല്യൂ. ദെൻ വി ആർ ടേക്കിംഗ് ദ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും, വി ആയിരിക്കും. ഓക്കെ, വി വിച്ച് ഇസ് ഈക്വൽ ടു എം ജി എൽ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. ഓക്കെ, എം ജി എൽ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. തീറ്റ എന്ന് പറയുന്നത് ഇവിടുത്തെ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, തീറ്റ ഈസ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ സിമ്പിൾ പെന്നത്തിൽ ഓൾറെഡി പഠിക്കുന്ന ഡെറിവേഷൻസ് ആണ്. അപ്പോൾ നമ്മൾ അതിന് പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ അതിന്റെ തിയറിയോ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിഞ്ഞുണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ പറഞ്ഞുതരാം. ഓക്കെ, നോട്ട്സ് വേണമെങ്കിൽ അതിനകത്ത് സെറ്റ് ചെയ്യാം, നമ്മൾ മുൻപൊക്കെ പഠിക്കുന്നില്ലേ, അതാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എടുത്താൽ മതി. ഇവിടെ നമുക്ക് അതിന്റെ ഡെറിവേഷനോ അല്ലെങ്കിൽ എങ്ങനെ ഇത് വരുന്നോ അതൊന്നും നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ കൈനറ്റിക് എനർജി എടുത്തു. തീറ്റ എന്ന് പറയുന്നത് എന്താണ്, ഇവിടുത്തെ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ നമുക്ക് നേരെ ലഗ്രാഞ്ചിലോട്ട് കൊണ്ടുവരാമല്ലോ. അപ്പൊ ലഗ്രാഞ്ചിലോട്ട് എത്തുന്ന സമയത്ത് എന്തായിട്ട് മാറും, ദാറ്റ് ഈസ് ലഗ്രാഞ്ചിയൻ എൽ ഇസ് ഈക്വൽ ടു ടി മൈനസ് വി വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം എൽ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ. ഓക്കെ, ഹാഫ് ഇൻറ്റു എം എൽ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ മൈനസ് എം ജി എൽ 1 മൈനസ് കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ. ഓക്കെ, അപ്പൊ അങ്ങനെ ടി മൈനസ് വി ഈക്വൽ ടു ഹാഫ് എം എൽ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ മൈനസ് എം ജി എൽ 1 മൈനസ് കോസ് തീറ്റ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നു നമ്മുടെ കോർഡിനേറ്റ്. ഓക്കെ, ഇവിടെ വേരി ചെയ്യുന്ന ക്വാണ്ടിറ്റി ലെങ്ത് വേരി ചെയ്യുന്നില്ല. ഓക്കെ, ലെങ്ത് ഒരിക്കലും വേരി ചെയ്തില്ല. ഇവിടെ സിമ്പിൾ പെൻഡലത്തിനെ സംബന്ധിച്ച് ആകെ മാറുന്ന ആര് മാത്രമാണ്, തീറ്റ വാല്യൂ അല്ലേ. അപ്പൊ ഇവിടുത്തെ കോർഡിനേറ്റ് ആരാണ്, ഇവിടുത്തെ കോർഡിനേറ്റ് എന്ന് പറയുന്ന ആരാണ്, തീറ്റയാണ്. അപ്പൊ നമ്മൾ നേരത്തെ പി എക്സ് എന്നും പി വൈ എന്നും ഒക്കെ എടുത്ത സ്ഥാനത്ത് ഇവിടെ എന്തെടുക്കണം, പി തീറ്റ എന്ന വാല്യൂസ് എടുക്കണം. മനസ്സിലായോ, പി തീറ്റ. എന്തുകൊണ്ടാണ്, ബിക്കോസ് തീറ്റയ്ക്ക് അനുസരിച്ചാണ് വേരി ചെയ്യുന്നത്. എന്തിനനുസരിച്ചാണ് വേരി ചെയ്യുന്നത്, അതിന്റെ വാല്യൂസ് അവിടെ എടുക്കുക. അതാണ് ഇവിടുത്തെ ഈ ലഗ്രാഞ്ചിന്റെ മെത്തേഡ് എന്ന് പറയുന്നത്. സോറി, ഹാമിൽട്ടോണിന്റെ. ഓക്കെ, ലഗ്രാഞ്ചിനായാലും അങ്ങനെ തന്നെയാണ്, ഹാമിൽട്ടോണിനായാലും സെയിം. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, വെയിറ്റിംഗ് ദ ഡെറിവേറ്റീവ് ഫോർ പി തീറ്റ. ഓക്കെ, പി തീറ്റയ്ക്ക് നമ്മളിവിടെ ഡെറിവേറ്റീവ് എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ പി തീറ്റയ്ക്ക് ഇവിടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ പി തീറ്റ ഈസ് ഈക്വൽ ടു ഡോ എൽ ബൈ ഡോ തീറ്റ. ഓക്കെ, ഇതെല്ലാം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടല്ലേ പോകുന്നത്. കണ്ടോ, ഫസ്റ്റ് നമ്മൾ എൽ എടുക്കുന്നു, ഇതിനടുത്ത് പി തീറ്റ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ അവിടെ ഡെറിവേറ്റീവ് എടുക്കും. അപ്പോൾ ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ട് ആണ് ഇത്. ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ട് വിച്ച് ഇസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് എടുക്കാം. ഇവിടെ തീറ്റയാണ്. അപ്പൊ എന്തായാലും ഈ ടേം കംപ്ലീറ്റ് അങ്ങ് 0 ആയിട്ട് പോകും, കോൺസ്റ്റന്റ് ടേം. ഇവിടെ മാത്രമേ ഡെറിവേറ്റീവ് വരത്തുള്ളൂ. കാരണം നമ്മൾ ചെയ്യുന്ന ആകെ നിങ്ങൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഡെറിവേറ്റീവ് ഫംഗ്ഷൻ എന്ത് മാത്രമാണ്, ഡി ബൈ ഡി എക്സ് ഓഫ് അല്ലെങ്കിൽ ഡി ബൈ ഡി ടി ഓഫ് എക്സ് റൈസ് ടു എൻ. ഓക്കെ, മനസ്സിലായോ? ഈ ഒരു ഡെറിവേറ്റീവ് മാത്രമേ നിങ്ങളോട് യൂസ് ചെയ്യുന്നത്, ശ്രദ്ധിച്ചോ. ഓക്കെ, നമ്മൾ സാധാരണ ഡെറിവേഷനിലൊക്കെ ഒരുപാട് ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷൻസ് യൂസ് ചെയ്യും. ബട്ട് ഇവിടെ ആകെ യൂസ് ചെയ്യുന്ന ഒരേ ഒരു ഇക്വേഷൻ, ഈ ഒരു ഇക്വേഷൻ ഡി ബൈ ഡി ടി ഓഫ് എക്സ് റൈസ് ലോഗോ അങ്ങനെ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഒരു കോസ് തീറ്റ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ സൈൻ തീറ്റ ഡെറിവേറ്റീവ് വരും, അത് മാത്രം. മനസ്സിലായോ? ആകെ ഇത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ സിമ്പിൾ ആണ് കാര്യം. കാരണം ഇതും കോൺസ്റ്റന്റ് ആവും, ബാക്കി ഇവിടെ അതുപോലെ വരും. എന്ത് കിട്ടും, അവിടെ ആ 2 ക്യാൻസൽ ആവും, ബാക്കി എന്ത് കിട്ടുന്നുണ്ട്, ദാറ്റ് ഈസ് പി തീറ്റ ഈസ് ഈക്വൽ ടു എം എൽ സ്ക്വയർ തീറ്റ ഡോട്ട്. ഓക്കെ, എം എൽ സ്ക്വയർ തീറ്റ ഡോട്ട്. അപ്പൊ ഇതിന് ഞാൻ ഇവിടെ ഇക്വേഷൻ നമ്പർ 2 എന്ന് നോട്ട് ചെയ്യുകയാണ്, ഇക്വേഷൻ നമ്പർ 2. അപ്പൊ നമുക്കിനി ഹാമിൽട്ടോണിലോട്ട് കൊണ്ടുവരാം. ദാറ്റ് ഈസ് അവർ ഹാമിൽട്ടോണിയൻ ഇക്വേഷൻ വിൽ ബിക്കം എച്ച് ഇസ് ഈക്വൽ ടു സിഗ്മ പി കെ ക്യൂ കെ ഡോട്ട് പി കെ ക്യൂ കെ ഡോട്ട് മൈനസ് എൽ. ഓക്കെ, പി കെ ക്യൂ കെ ഡോട്ട് മൈനസ് എൽ വിച്ച് ഇസ് ഈക്വൽ ടു, ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, പി കെയുടെ സ്ഥാനത്ത് എന്താ വരേണ്ടത്, പി കെയുടെ സ്ഥാനത്ത് പി തീറ്റ. ഓക്കെ, പി തീറ്റ, പി തീറ്റയാണ് അവിടെ വേരി ചെയ്യുന്നത്, അല്ലെ തീറ്റയാണ് വേരി ചെയ്യുന്നത്.
ക്യൂ കെയുടെ സ്ഥാനത്തോ അത് ക്യൂ കെ ഡോട്ടിനോട്ട് നമുക്ക് എന്ത് ചെയ്യണം? തീറ്റ ഡോട്ട് വരണം. ഓക്കെ, ഇറ്റ് ഈസ് തീറ്റ ഡോട്ട് മൈനസ് ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ എന്താണ്? ലഗ്രാഞ്ചിയൻ ഹാഫ് ഇൻറ്റു എം എൽ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ മൈനസ് എം ജി എൽ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. ഓക്കെ, എം ജി എൽ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. അപ്പോൾ അങ്ങനെ പി തീറ്റ ഇൻറ്റു തീറ്റ ഡോട്ട് കിട്ടി മൈനസ് ഹാഫ് എം എൽ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ മൈനസ് എം ജി എൽ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. അപ്പോൾ നമുക്കിനി അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാമല്ലോ. പി തീറ്റയുടെ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് പി തീറ്റയുടെ വാല്യൂ നമ്മൾ നേരത്തെ എടുത്തു വെച്ചു, എം എൽ സ്ക്വയർ തീറ്റ ഡോട്ട് ആണെന്ന് പറഞ്ഞു കേട്ടോ. പി തീറ്റയുടെ വാല്യൂ ആണ് നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് പി തീറ്റ വാല്യൂ. അപ്പോൾ നേരെ ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് എന്ത് കിട്ടും? ദാറ്റ് ഈസ് എം എൽ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ മൈനസ് ഹാഫ് എം എൽ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ മൈനസ് എം ജി എൽ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. 1 മൈനസ് കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് 1 മൈനസ് കോസ് തീറ്റ എന്ന് ഒബ്റ്റെയിൻ ചെയ്തു. ഇതിലൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് കുറച്ച് ടേംസ് അങ്ങ് സിംപ്ലി ക്യാൻസൽ ആയി പോകും. ഓക്കെ, അതായത് ഇവിടെ വരുന്ന സമയത്ത് ഇത് ഒരു 1 മൈനസ് ഹാഫിന്റെ മെത്തേഡിലേക്ക് കിടക്കുന്നത്. 1 മൈനസ് ഹാഫ് ആണ്. ഇത് കംപ്ലീറ്റ് ഉണ്ട്, ഇത് ഹാഫേ ഉള്ളൂ. അപ്പോൾ 1 മൈനസ് ഹാഫ് എന്ത് ചെയ്യണം? ഹാഫ് അല്ലേ, 1 കുറച്ച് ആരെങ്കിലേ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? ഈ ടേം അങ്ങ് പോകും. അപ്പോൾ അത് പോയതിനു ശേഷം എന്ത് കിട്ടുന്നു? ഹാഫ് എം എൽ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ. ഓക്കെ, ഹാഫ് എം എൽ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ. ദെൻ ബാക്കി എന്ത് വരുന്നുണ്ട്? ഒരു മൈനസ് ഉണ്ട്, നമുക്കത് മാറ്റാൻ വേണ്ടി ഇവിടെ എന്ത് കംപ്ലീറ്റ് പ്ലസ് ആക്കാം. പ്ലസ് ആക്കുന്ന സമയത്തോടെ കിട്ടുന്ന വാല്യൂ ആണ് ദാറ്റ് ഈസ് എം ജി എൽ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. 1 മൈനസ് കോസ് തീറ്റ. നോക്കി, ഈ ടേം എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? വിച്ച് ഇസ് ദ കൈനറ്റിക് എനർജി ടേം. ഓക്കെ, നമ്മുടെ കൈനറ്റിക് എനർജി ടേം ആണ്. ഇതിന്റെ ടേം ആണ്. ഇത് ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ടേം ആണ്. ഓക്കെ, അതായത് കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി സമ്മേഷൻ അല്ലേ എന്ന് പറയുന്നത്? ടി പ്ലസ് വി അല്ലേ എന്ന് പറയുന്നത്? ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ഒബ്റ്റെയിൻ ചെയ്തു? നമ്മളിവിടെ ഹാമിൽട്ടോണിയൻ ഒബ്റ്റെയിൻ ചെയ്തു. ഓക്കെ, ടോട്ടൽ എനർജി. അപ്പോൾ നമ്മുടെ ഈ ഒരു സെക്കൻഡ് ഇക്വേഷൻ ഉണ്ട് പി തീറ്റയുടെ വാല്യൂ. ഓക്കെ, പി തീറ്റയുടെ വാല്യൂ നമുക്കവിടെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് തീറ്റ ഡോട്ടിന്റെ വാല്യൂ എടുക്കാം. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? തീറ്റ ഡോട്ടിന്റെ വാല്യൂ എടുക്കുന്നു. തീറ്റ ഡോട്ട് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? പി തീറ്റ ഡിവൈഡ് ബൈ എം എൽ സ്ക്വയർ. പി തീറ്റ ഡിവൈഡ് ബൈ എം എൽ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ നേരെ ഇതിൽ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഓക്കെ, നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ ഇവിടെ തീറ്റ ഡോട്ടിന് വാല്യൂ ഇടുന്നു. തീറ്റ ഡോട്ട് ഇസ് ഈക്വൽ ടു പി 0 ബൈ എം എൽ സ്ക്വയർ ഇടുന്നുണ്ട്. നമ്മൾ അതിന് എന്ത് ചെയ്യുന്നു? ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഓക്കെ, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും ഒബ്റ്റെയിൻ ചെയ്യുന്നത്? വിച്ച് ഇസ് ഈക്വൽ ടു ഓക്കെ, ദാറ്റ് ഈസ് ഫ്രം ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, സെക്കൻഡ് ഇക്വേഷൻ നിന്നും തീറ്റ ഡോട്ടിന്റെ വാല്യൂ എടുക്കുന്നു. അപ്പോൾ തീറ്റ ഡോട്ട് എടുത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഓക്കെ, തീറ്റ ഡോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്? ദാറ്റ് ഈസ് ഹാഫ് എം എൽ സ്ക്വയർ. ഓക്കെ, ഹാഫ് എം എൽ സ്ക്വയർ ഇൻറ്റു പി തീറ്റ ഡിവൈഡ് ബൈ എം എൽ. ഓക്കെ, പി തീറ്റ ഡിവൈഡ് ബൈ എം എൽ സ്ക്വയർ ഇൻറ്റു ഹോൾ സ്ക്വയർ പ്ലസ് mgl into 1 minus cos theta. 1 minus cos theta. mgl into 1 minus cos theta, which is equal to എന്ത് കിട്ടും? p theta square. Simplify ചെയ്ത് p theta square by 2 ml square. Okay, cancel terms cancel ചെയ്തിട്ട് ഈ സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് p theta square by 2 ml square. Okay, p theta by 2 ml square plus mgl into 1 minus cos theta. mgl into 1 minus cos theta. അപ്പോൾ അവിടെ നമുക്ക് ഈ ഒരു ഇക്വേഷനിലോട്ട് കൊണ്ടുവന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഫൈൻഡ് ദ ഹാമിൽട്ടോണിയൻ. ഓക്കെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഹാമിൽട്ടോണിയൻ ഫംഗ്ഷൻ തന്നെയാണ്. ബട്ട് നമ്മളവിടെ ഹെച്ചിന്റെ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുത്തു. ഓക്കെ, ഇവിടെ കിട്ടിയത് ഹാമിൽട്ടോണിയൻ ആണ്. ഓക്കെ, ഇത് വെച്ചെടുക്കാം. ബട്ട് നമ്മുടെ പി തീറ്റ സ്ക്വയർ ടേംസിലോട്ട് എന്ത് ചെയ്തു? ഒന്ന് കൺവേർട്ട് ചെയ്ത് കുറച്ചൊന്ന് സിംപ്ലിഫൈ ചെയ്തു. ഇനി നമുക്ക് അവിടെ ഹാമിൽട്ടോണിയൻ ഇക്വേഷൻസ് നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പോൾ ഏതൊക്കെയാണ് ഹാമിൽട്ടോണിയൻ ഇക്വേഷൻസ് എന്ന് പറയുന്നത്? വാട്ട് ആർ കോൾഡ് ആസ് which are the Hamiltonian equations? That is അപ്പോൾ ഹാമിൽട്ടോണിയൻ ഇക്വേഷൻസ് ഏതൊക്കെ വരും? ദാറ്റ് ഈസ് ഹാമിൽട്ടോണിയൻ ഇക്വേഷൻസ് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒന്നെന്ന് പറയുന്നത് തീറ്റ ഡോട്ട്. ഓക്കെ, എക്സ് ഡോട്ടിന് പകരം അവിടെ ക്യൂ കെ ഡോട്ടിന് പകരം അവിടെ തീറ്റ ഡോട്ട് ഇസ് ഈക്വൽ ടു ഡോ എച്ച് ബൈ ഡോ പി തീറ്റ. ഓക്കെ, ഡോ എച്ച് ബൈ ഡോ പി തീറ്റ. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആ ടേം മാത്രം വരും. ബാക്കി ഇവിടെ ആ 2 ക്യാൻസൽ ആയി പോയിട്ട് ബാക്കി എന്ത് കിട്ടും? ദാറ്റ് ഈസ് പി തീറ്റ ബൈ എം എൽ സ്ക്വയർ. ഓക്കെ, പി തീറ്റ ബൈ എം എൽ സ്ക്വയർ
minus p theta dot which is equal to dou h by dou theta. Okay, dou h by dou theta. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് പി തീറ്റ ഡോട്ടിന് മൈനസ് പി തീറ്റ ഡോട്ടിന് വാല്യൂ കിട്ടുന്നുണ്ട് ഡോ എച്ച് ബൈ ഡോ തീറ്റ. ഒരു കാര്യം ശ്രദ്ധിക്കാം, ഈ ടേം പി തീറ്റയുടെ ടേമാണ്. ഓക്കെ, പി തീറ്റ ഡോട്ട് നമുക്ക് അവിടെ എത്തിയില്ല, അതിൽ വരുന്നില്ല. അപ്പോൾ അതിൽ ഈ പി തീറ്റ വാല്യൂ ഓക്കെ നമ്മളിപ്പോൾ എടുത്തതിൽ ഡോ എച്ച് ബൈ ഡോ തീറ്റ. ഓക്കെ, ഡോ എച്ച് ബൈ ഡോ തീറ്റ തീറ്റയ്ക്ക് അനുസരിച്ച് എവിടെ മാറുന്നത്, തീറ്റയുടെ വാല്യൂ എവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് കേട്ടോ, ഇവിടെയാണുള്ളത്. ഇത് നമുക്ക് എന്താണ് പി തീറ്റ ടേംസ്. അപ്പോൾ ഇത് എന്തായാലും 0 ആയിട്ട് പോകും. ഇതിന്റെ കേസ് വെച്ച് നോക്കുമ്പോൾ ഇത് 0 ആണ്. പിന്നെ ഇവിടെ മാത്രമേ ഡെറിവേറ്റീവ് വരത്തുള്ളൂ. അപ്പോൾ തീറ്റ ഉള്ളത് കോസ് തീറ്റയില്ല. അപ്പോൾ അവിടെ നമുക്ക് എന്താ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ എന്തായാലും കിട്ടും. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് അവിടെ എം ജി എൽ മൈനസ് എം ജി എൽ കോസ് തീറ്റ എന്ന് കിട്ടും, എം ജി എൽ കോസ് തീറ്റ. അപ്പോൾ എന്തായാലും ഈ ടേം നമുക്ക് കോൺസ്റ്റന്റ്, അപ്പോൾ അതും എന്താവുന്നു 0 ആവുന്നുണ്ട്. ഇതെന്താവും ഈ ടേം ദിസ് ടേം വിൽ ബി കോസ് തീറ്റ മാറും, എന്തായിട്ട് മാറും അവിടെ സൈൻ തീറ്റ ആയിട്ട് മാറും. മനസ്സിലായോ? അപ്പോൾ ഇതിന്റെ ടേം എന്ന് വെച്ചാൽ ഈക്വൽ ടു എം ജി എൽ സൈൻ തീറ്റ. ഓക്കെ, എന്താണ് എം ജി എൽ സൈൻ തീറ്റ. മനസ്സിലായോ? അപ്പോൾ മൈനസ് പി തീറ്റ ഡോട്ട് ഇസ് ഈക്വൽ ടു എം ജി എൽ സൈൻ തീറ്റ എന്ന് കിട്ടുന്നുണ്ട്. ഇനി അപ്പോൾ നമുക്ക് അവിടെ ഈ ഒരു പി തീറ്റ ഡോട്ടിന്റെ വാല്യൂ എടുക്കാം. പി തീറ്റ ഡോട്ട് ഓക്കെ, പി തീറ്റ ഡോട്ട് വിച്ച് ഇസ് ഈക്വൽ ടു എം എൽ സ്ക്വയർ തീറ്റ ഡബിൾ ഡോട്ട്. ഓക്കെ, എം എൽ സ്ക്വയർ തീറ്റ ഡബിൾ ഡോട്ട്. ഓക്കെ, അത് പി തീറ്റയുടെ വാല്യൂസ് ആ എം എൽ സ്ക്വയർ തീറ്റ ഡബിൾ ഡോട്ട് എന്ന് പറയുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് നേരത്തെ ഉള്ള രണ്ടും ഇക്വേറ്റ് ചെയ്യാമല്ലോ. ഇതാണ് നമ്മൾ എടുക്കുന്നത്. ഈ ഒരു നിങ്ങൾക്ക് മനസ്സിലായോ ആ സ്റ്റെപ്പ്? വേറെ ഒന്നുമില്ല, ഈ പി തീറ്റ നമ്മൾ എടുക്കും. പി തീറ്റ ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന ഡെറിവേറ്റീവിന്റെ പി തീറ്റ എടുക്കും, വിച്ച് ഇസ് ഈക്വൽ ടു എം എൽ സ്ക്വയർ തീറ്റ ഡോട്ട് എന്ന് എഴുതും. അതിനുശേഷം ഇവിടെ ഡെറിവേറ്റീവ് കൊടുക്കുമ്പോൾ ഒരു ഡെറിവേറ്റീവ് എന്ത് ചെയ്യും, ഇവിടെയും വരും. ആ ഡെറിവേറ്റീവ് ആണ് ഇവിടെ എഴുതുന്നത്. അതും നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഇക്വേറ്റ് ചെയ്യും. അവിടെ മൈനസ് ഇപ്പുറത്ത് കൊടുക്കും, മൈനസ് എം ജി എൽ സൈൻ തീറ്റ, മൈനസ് എം ജി എൽ സൈൻ തീറ്റ. ഓക്കെ, which is equal to 0 എന്ന് പറയാം. Or we can say L theta double dot. Okay, L theta double dot plus G sin theta. G sin theta അതൊരു എം എൽ വെച്ച് ഡിവൈഡ് ചെയ്യും. കംപ്ലീറ്റ് ഒരു എം എൽ വെച്ച് ഇവിടെ ഡിവൈഡ് ചെയ്യുന്നു, ഇവിടെ എന്ത് ചെയ്യും, ഒരു എം എൽ വെച്ച് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു എല്ലും ഇതൊക്കെ ക്യാൻസൽ ആയി പോകും. ഇവിടെ നമുക്ക് ഒരു എല്ല് മാത്രമേ. ഇപ്പോൾ എൽ തീറ്റ ഡബിൾ ഡോട്ട് പ്ലസ് ജി is equal to 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അത് വീണ്ടും ഒരു എൽ വെച്ച് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അവിടെ തീറ്റ ഡബിൾ ഡോട്ട് ഇസ് ഈക്വൽ ടു സോറി ഈക്വൽ ടു അല്ല, തീറ്റ ഡബിൾ ഡോട്ട് മൈനസ് സോറി മൈനസ് അല്ല പ്ലസ് അല്ലേ. ഓക്കെ, ദാറ്റ് ഈസ് തീറ്റ ഡബിൾ ഡോട്ട് പ്ലസ് ജി ബൈ എൽ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 0 കിട്ടും. ഓക്കെ, എന്താണ് തീറ്റ ഡബിൾ ഡോട്ട് പ്ലസ് ജി ബൈ എൽ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 0. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ തീറ്റ ഡബിൾ ഡോട്ടിന്റെ കേസ് നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കിയാലോ, ഒരു എക്സാമ്പിൾ കൂടി. ദാറ്റ് ഇസ് ഒരു ഐഡിയൽ സ്പ്രിംഗ് അറേഞ്ച്മെന്റ്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് അതുകൂടി നോക്കാം. നിങ്ങളിപ്പോൾ റെക്കോർഡ് സെഷൻസ് കാണുന്ന സമയത്ത് ഓരോന്നായിട്ട് എന്ത് ചെയ്താൽ മതി, അവിടെ സെപ്പറേറ്റ് ചെയ്ത് കണ്ടാൽ മതി. ഞാനിപ്പോൾ തൽക്കാലം ഇതിനകത്ത് 4 കാര്യങ്ങളും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ബട്ട് നിങ്ങൾ കാണുന്ന സമയത്ത് സെപ്പറേറ്റ് എന്ത് ചെയ്യാം, അവിടെ കണ്ടു കേട്ടോ. ഓരോ ദിവസം കണ്ടാലും മതി, ഓരോ വീഡിയോസ് ആയിട്ട് കണ്ട് പഠിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നതെന്ന് പറയുമ്പോൾ ദാറ്റ്സ് അബൌട്ട് ദ എന്താ 4ാമത്തെ എക്സാമ്പിൾ ആണ്. ദാറ്റ്സ് ദ ഹാമിൽട്ടോണിയൻ ആൻഡ് ഹാമിൽട്ടോണിയൻ ഇക്വേഷൻ ഓഫ് ആൻ ഐഡിയൽ സ്പ്രിംഗ് അറേഞ്ച്മെന്റ്. ഓക്കെ, എന്താണ് ഹാമിൽട്ടോണിയൻ ഫോർ ആൻ ഐഡിയൽ സ്പ്രിംഗ് അറേഞ്ച്മെന്റ്. അപ്പോൾ ഒരു ഐഡിയൽ സ്പ്രിംഗ് അറേഞ്ച്മെന്റിൽ എങ്ങനെയാണ് നമ്മുടെ ഹാമിൽട്ടോണിയൻ വരുന്നത്? അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു മാസ്ലെസ് സ്പ്രിംഗ് നമ്മൾ കൺസിഡർ ചെയ്തു. എം മാസുള്ള അല്ലെങ്കിൽ ഒരു എം മാസുള്ള ഒരു ഒബ്ജക്റ്റിനെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു മാസ്ലെസ് സ്പ്രിംഗ് നമ്മൾ എന്ത് ചെയ്യാണ്, അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുവാണ്.
അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു മാസ്ലെസ് സ്പ്രിങ് കൺസിഡർ ചെയ്തു. അതിൻ്റെ എൻഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഇങ്ങനെ ഒരു സ്പ്രിങ് സെന്ററിലൂടെ നമ്മൾ ഹെലിക്കൽ സ്പ്രിങ് ഒക്കെ പോലെ ഒരു എം മാസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അപ്പോൾ അവിടുത്തെ ലെഗ്രാഞ്ചിയൻ എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം എക്സ് ഡോട്ട് സ്ക്വയർ മൈനസ് ഹാഫ് ഇൻറ്റു കെ എക്സ് സ്ക്വയർ. ഹാഫ് ഇൻറ്റു കെ എക്സ് സ്ക്വയർ. അപ്പോൾ ഇവിടെ കെ എന്ന് പറയുന്നത് എന്താണ്, അവിടുത്തെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ്. ഇറ്റ് ഈസ് ദ സ്പ്രിംഗ് കോൺസ്റ്റന്റ്. കെ എന്ന് പറയുമ്പോൾ അവിടുത്തെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് പറയാം. അപ്പോൾ അവിടുത്തെ പി എക്സിന്റെ വാല്യൂ, പി എക്സ് മൊമെന്റം എന്തായിരിക്കും, ഡോ എക്സ് ബൈ ഡോ എൽ ബൈ ഡോ എക്സ് ഡോട്ട് ആയിരിക്കും. ഓർ വി ക്യാൻ സേ എക്സ് ഡോട്ട് ഇസ് ഈക്വൽ ടു പി എക്സ് ബൈ എം എന്ന് എടുക്കാം. എന്താണ് പി എക്സ് ബൈ എം. അപ്പോൾ നമ്മുടെ ഹാമിൽട്ടോൺ എടുക്കുന്നു. ഇപ്പോൾ 1 ഡയമെൻഷൻ നമുക്ക് ജസ്റ്റ് ഹാമിൽട്ടോൺ ഇക്വേഷൻ നമ്മൾ എടുക്കുവാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ കെ പി കെ ക്യൂ കെ ഡോട്ട്. എന്താണ് പി കെ ക്യൂ കെ ഡോട്ട് മൈനസ് എൽ. പി കെ ക്യൂ കെ ഡോട്ട് മൈനസ് എൽ വിച്ച് ഇസ് ഈക്വൽ ടു പി എക്സ് ഇൻറ്റു പി എക്സ് ഇൻറ്റു എക്സ് ഡോട്ട്. ബാക്കി എന്ത് കിട്ടും, കണ്ടോ പി എക്സ് ഇവിടെ പി കെ പി എക്സ് ക്യൂ കെ എക്സ് ഡോട്ട് മൈനസ് എൽ. ലെഗ്രാഞ്ചിൽ എഴുതുക. എന്ത് കിട്ടും, ഹാഫ് ഇൻറ്റു എം എക്സ് ഡോട്ട് സ്ക്വയർ മൈനസ് ഹാഫ് ഇൻറ്റു കെ എക്സ് സ്ക്വയർ. ഹാഫ് കെ ഇൻറ്റു എക്സ് സ്ക്വയർ. നമ്മളിപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യുകയാണ്. വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം എക്സ് ഡോട്ട് സ്ക്വയർ പ്ലസ് ഹാഫ് കെ എക്സ് സ്ക്വയർ അവിടെ എടുക്കുന്നു. അതായത് നമ്മുടെ ഹാമിൽട്ടോണിയൻ. ഹാമിൽട്ടോണിയൻ എടുക്കും. സിംപ്ലിഫൈ ചെയ്യുന്നില്ല, ഇതിനെ ഇക്വേറ്റ് ചെയ്യുന്നു, ഹാമിൽട്ടോണായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഹെച്ചിന്റെ ഇക്വേഷൻ ഹെച്ച് ഇസ് ഈക്വൽ ടു പി എക്സ് സ്ക്വയർ ബൈ 2m. പി എക്സ് സ്ക്വയർ ബൈ 2m പ്ലസ് ഹാഫ് ഇൻറ്റു കെ എക്സ് സ്ക്വയർ. ഹാഫ് ഇൻറ്റു കെ എക്സ് സ്ക്വയർ. അപ്പോൾ നമുക്ക് ഹാമിൽട്ടോൺ ഇക്വേഷനോട്ട് വരാമല്ലോ. എന്ത് കിട്ടും, ഹാമിൽട്ടോണിയൻ ഇക്വേഷൻ. ഇതൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞ കേസസ് തന്നെയാണ്, പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് കേട്ടോ. നമ്മൾ ജസ്റ്റ് നോക്കിയാൽ മതി, സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. അത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. എക്സ് ഡോട്ട് ഇസ് ഈക്വൽ ടു ഡോ എച്ച് ബൈ ഡോ പി എക്സ്. ഡോ എച്ച് ബൈ ഡോ പി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു പി എക്സ് ബൈ എം. പി എക്സ് ബൈ എം. അതുപോലെ തന്നെ എക്സ് ഡോട്ട് വേണം, പിന്നെ പി എക്സ് ഡോട്ട് വേണ്ടേ. പി എക്സ് ഡോട്ട് ഇസ് ഈക്വൽ ടു എന്താണ്, മൈനസ് ഡോ എച്ച് ബൈ ഡോ എക്സ്. മൈനസ് ഡോ എച്ച് ബൈ ഡോ എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. മൈനസ് കെ എക്സ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻസ് എന്ത് കിട്ടും, ദാറ്റ് ഇസ് എം നേരത്തെ കിട്ടിയ പോലെ തന്നെ എം എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് കെ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓർ വി ക്യാൻ സേ എം എം ഡിവൈഡ് ചെയ്യാമല്ലോ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട്. that is x double dot is equal to x double dot plus k by m is equal to k by m x is equal to 0. ഇതാണ് എന്ത് പറയുന്നത്, ആ ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിന്റെ എന്ന് പറയുന്നത് ഇക്വേഷൻ അവിടെ കിട്ടുന്നത്. മനസ്സിലായോ? ഇതും ചെറിയ കാര്യമാണ്. നമുക്കത് ഇനി ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അതായത് പ്രീവിയസ്ലി അങ്ങനെ ക്വസ്റ്റ്യൻസ് ഏതൊന്ന് എക്സ്ട്രാ ചോദിച്ചിട്ടുണ്ട് ഒരിക്കൽ. ഈ സിമ്പിൾ പെല്ലാം ചോദിക്കാറുണ്ട് മിക്കപ്പോഴും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ 4 എക്സാമ്പിൾസ് ഹാമിൽട്ടോണിന്റെ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ടൈം കിട്ടുന്ന അനുസരിച്ച് എന്ത് ചെയ്യാം, ഓരോ സ്ലോട്ടായിട്ട് അല്ലെങ്കിൽ ഓരോ വീഡിയോസ് ആയിട്ട് അവിടെ കണ്ടുവെക്കാം. ഇതിൽ ഒരു ചെറിയൊരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് ഈ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ദാറ്റ്സ് വേറെ ഒന്നുമില്ല. അവിടെ നമ്മുടെ ഹാമിൽട്ടോണിയനും ദെൻ ലെഗ്രാഞ്ചിനും ഒരു കമ്പാരിസൺ. എന്താണ് കമ്പാരിസൺ ബിറ്റ്വീൻ ലെഗ്രാഞ്ചിയൻ ആൻഡ് ഹാമിൽട്ടോണിയൻ. നമ്മൾ ലെഗ്രാഞ്ചിനും ഹാമിൽട്ടോണിയൻ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഹാമിൽട്ടോണിയൻ നോക്കുവാണെങ്കിൽ ഹാമിൽട്ടോണിയൻ ഫോർമുലേഷനിൽ ഹാമിൽട്ടോണിയനിൽ ഞാൻ ഹെച്ച് എഴുതുവാണ്. ഹാമിൽട്ടോൺ നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത് ജനറലൈസ്ഡ് ക്വാണ്ടിറ്റി ക്യൂ ഐ. ക്യൂ ഐനെ കുറിച്ചിട്ടും ദെൻ അതുപോലെ തന്നെ ജനറലൈസ്ഡ് മൊമെന്റ് പി ഐനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ പറയുന്നത്. അപ്പോൾ ജനറലൈസ്ഡ് കോർഡിനേറ്റ് ക്യൂ ഐനെയും അല്ലെങ്കിൽ ക്യൂ കെനെയും പി കെനെയും വെച്ചിട്ട് എഴുതുന്ന മെക്കാനിക്സ് എന്ത് പറയുന്നത് ഹാമിൽട്ടോണിയൻ മെക്കാനിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ലെഗ്രാഞ്ചിയൻ ഫോർമുലേഷനിൽ വരുന്നതിനെക്കാട്ടി കുറച്ചുകൂടി എഫിഷ്യന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹാമിൽട്ടോണിയൻ നമുക്ക് അവിടെ യൂസ് ചെയ്യാം. കുറച്ചുകൂടി ഈസിയാണ്, അതിന്റെ സ്റ്റെപ്സ് കുറച്ച് സിംപിളർ ആണ്. മറ്റൊരു വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്. ദെൻ അതുപോലെ തന്നെ നമ്മുടെ ലെഗ്രാഞ്ചിലോട്ട് നമ്മൾ വരുവാണെങ്കിൽ ലെഗ്രാഞ്ചിൽ നമുക്കവിടെ ക്യൂ ഐന്റെയും ദെൻ ക്യൂ ഐ ഡോട്ടിന്റെയും അതായത് ജനറലൈസ്ഡ് കോർഡിനേറ്റിന്റെയും ജനറലൈസ്ഡ് വെലോസിറ്റിയുടെ ടേംസ് എന്ത് ചെയ്തു ലെഗ്രാഞ്ച് നമ്മളവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഹാമിൽട്ടോണിയനിൽ ക്യൂ ഐയും പി ഐയും വരുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ മോഷൻ റെപ്രസെന്റ് നമുക്ക് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് യൂസ് ചെയ്യും. നമ്മൾ എല്ലായിടത്തും കണ്ടു ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് നമുക്ക് ലാസ്റ്റ് കിട്ടുന്നത് കേട്ടോ. ഇവിടെ കണ്ടോ എല്ലാവരും ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് നമുക്ക് കിട്ടുന്നില്ലേ, എക്സ് ഡബിൾ ഡോട്ട് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എല്ലായിടത്തും അത് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതവിടെ ആ ഒരു രീതിയിൽ പറയാൻ പറ്റും. ഹാമിൽട്ടൺ നോക്കുന്ന സമയത്ത് നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നു, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഒബ്റ്റെയിൻ ചെയ്യുന്നു. ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഈ ഒരു ഹാമിൽട്ടോണിൽ നോക്കുന്ന സമയം നമുക്കൊരു ഡീപ്പർ ഐഡിയ എനർജീസിനെ കുറിച്ചുള്ള ഐഡിയാസ്. അപ്പോൾ ഹാമിൽട്ടോണിയൻ അത്രത്തോളം ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്തിൽ യൂസ് ചെയ്യുന്നത്, വി ആർ യൂസിങ് ഹാമിൽട്ടോൺ ഇൻ ദ കേസ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്. ക്വാണ്ടം മെക്കാനിക്സിനകത്ത് നിങ്ങളിപ്പോൾ
യു ജിയിൽ കുറച്ചേ പഠിക്കുള്ളൂ, ബട്ട് അഡ്വാൻസ്ഡ് ക്വാണ്ടം മെക്കാനിക്സും ബേസിക് ക്വാണ്ടം മെക്കാനിക്സും PG ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. അപ്പോൾ അവിടെ മൊത്തത്തിൽ ഹാമിൽട്ടോണിയൻ ഡൈനാമിക്സ് യൂസ് ചെയ്യാൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലഗ്രാഞ്ചിയൻ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ഡിഫറൻസ് ആണ്. ഓക്കെ, കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ഒരു ഡിഫറൻസ് ആണ് ലഗ്രാഞ്ചിയൻ. അതേസമയം ഇതെന്താണ്, കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സമ്മേഷൻ, ദാറ്റ് ഈസ് ദ ടോട്ടൽ എനർജിയാണ്, സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജി നമുക്ക് അവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഹാമിൽട്ടോണിയൻ എന്താ ഒരു ലഗ്രാഞ്ചിയൻ ഫോർമുലേഷൻ ആണ് എന്തിലോട്ട് വരുന്നത്, ഹാമിൽട്ടോണിലോട്ട് കൊണ്ട് വരാണ്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത്. ഹാമിൽട്ടോണിയൻ ഫോർമുലേഷനിൽ നമ്മൾ സൈക്ലിക് കോർഡിനേറ്റ്സിലൂടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഈ ലഗ്രാഞ്ചിയൻ ഹാമിൽട്ടോണിയൻ തമ്മിൽ വരുന്ന ഒരു കമ്പാരിസൺ. ചില സമയത്ത് 2 മാർക്ക് ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിക്കാറുണ്ട്. വാട്ട് യു മീൻ ബൈ ലഗ്രാഞ്ചിയൻ ആൻഡ് വാട്ട് യു മീൻ ബൈ ഹാമിൽട്ടോണിയൻ, റൈറ്റ് അബൌട്ട് ഇറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, അവിടെ എഴുതുക. നമ്മളിപ്പോൾ ഇതിനകത്ത് ടോട്ടലി 4 എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഈ 4 എക്സാമ്പിൾസും എന്ത് ചെയ്യുക, അവിടെ പഠിക്കുക, നല്ല രീതിയിൽ പഠിക്കുക. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ് ഹാമിൽട്ടോണിയൻ. ഓക്കെ, വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ആണ്. സോ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, അവിടെ ബൈ ഹാർട്ട് ചെയ്യുക. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, ഈ ഒരു ചാപ്റ്റർ ഏതാണ്ട് ആയിട്ടുണ്ട്. ഇതിൽ പ്രോബ്ലം സെക്ഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം വരുന്ന സെക്ഷൻസുകളിൽ, അതായത് റിവിഷൻ ക്ലാസ്സിലൊക്കെ നമുക്ക് നോക്കാതെ. ഓക്കെ, നമുക്കിനി അടുത്ത സെക്ഷനിൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ കുറച്ച് പെൻഡിങ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു പെൻഡിങ് സെക്ഷൻസ് നെക്സ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഫ്രെയിം ഓഫ് റെഫറൻസ് ചാപ്റ്റേഴ്സ് നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.